എൻ്റെ പേര് ആൻസി. വീട് ചേർത്തലയിൽ തന്നെയുള്ള തുറവൂരാണ്. എൻ്റെ മമ്മിയാണ് ഉടമ്പടി എടുത്തത്. മമ്മിയുടെ നിയോഗങ്ങളിലൊന്നായിരുന്നു എനിക്കൊരു ഗവൺമെൻറ് ജോലി. ഞാനൊരു നേഴ്സാണ്. 2014 സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞാൻ ജോലിക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും ഓരോരോ തടസ്സങ്ങളായിരുന്നു എനിക്ക്. അങ്ങനെ ഒരുപാട് ഗ്യാപ്പായി. പിന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറിക്കഴിഞ്ഞാലും അത് സാധ്യമാകില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് ഞാൻ 2020 കോവിഡിൻ്റെ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചു. ഞാൻ നേഴ്സായിരുന്നെങ്കിലും ഞാൻ കേരള PSCയുടെ എല്ലാ ടെസ്റ്റുകളും ഞാൻ എഴുതി. അങ്ങനെ 2021 എക്സാം എഴുതി. 2022 ലിസ്റ്റിൽ ഞാൻ വന്നു. 2023 ഏപ്രിൽ 20 എനിക്ക് ഹരിപ്പാട് ഗവൺമെൻറ് ക്രിമിനൽ കോടതിയിലേക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. അങ്ങനെ ഞങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. ഇതെൻ്റെ 3ാമത്തെ കുഞ്ഞാണ്. അപ്പോൾ ഹരിപ്പാട് എൻ്റെ വീട്ടിൽ നിന്നും 140 കിലോമീറ്ററോളം ഒരു ദിവസം ഞാൻ യാത്ര ചെയ്യണമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനൊരു പ്രഗ്നൻസി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് സന്തോഷത്തേക്കാൾ പെട്ടെന്ന് എനിക്ക് ടെൻഷനും സങ്കടവുമാണ് വന്നത്. മാതാവേ, ഇത്രയൊരു സന്തോഷം തന്നിട്ടും പെട്ടെന്ന് എനിക്കൊരു പരീക്ഷണം എന്താണെന്ന് ഞാൻ ഓർത്ത് കരഞ്ഞുപോയി. എന്നാലും ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ തന്ന ആ ഒരു ധൈര്യത്തിൽ ഞാൻ 25-ാം തീയതി പോയി ജോയിൻ ചെയ്തു. അന്ന് തൊട്ട് 5 മാസം ഈ കൃപാസന മാതാവിൻ്റെ മുൻപിലൂടെയാണ് ഞാൻ പോകുന്നത്. രാവിലെ ഇവിടെ ഒരുപാട് പേര് ബസ്സിലിറങ്ങുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, അമ്മേ ഞാൻ പോകുവാണ്, ഇന്നത്തെ ദിവസം എന്നെ കാത്തുകൊള്ളണേ. തിരിച്ചു വരുമ്പോഴും ഞാൻ പറയും, ഞാൻ തിരിച്ചു വന്നു, എന്നെ ഇത്രയും നേരം കാത്തു സൂക്ഷിച്ചതിന് നന്ദി. അങ്ങനെ പ്രഗ്നൻസിയുടെ പ്രശ്നങ്ങളും വീട്ടിൽ വന്നു കഴിഞ്ഞാലും യാത്ര ചെയ്തതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. 5 മാസത്തോളം കുഴപ്പങ്ങളൊന്നുമില്ലാതെ എന്നെ കാത്തു. അങ്ങനെ 5-ാം മാസം സ്കാൻ ചെയ്തപ്പോൾ ഒരു പ്രശ്നം, ഗർഭപാത്രത്തിൽ മറുപിള്ള താഴെയാണ്. എൻ്റെ 2ാമത്തെ കുഞ്ഞിനും എമർജൻസി ആയിട്ട് 7.5 മാസത്തിലൊരു സിസേറിയൻ ചെയ്തു. അത് ബ്ലീഡിങ് ആയിട്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും അതേ ഒരു അവസ്ഥ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി യാത്ര ചെയ്ത് കഴിഞ്ഞെന്നാൽ എന്തായാലും ബ്ലീഡിങ് ആവും, അതുകൊണ്ട് റെസ്റ്റ് എടുക്കാം, മെഡിക്കൽ ലീവ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ ലീവ് എടുത്തു. സെപ്റ്റംബർ 1 മുതൽ ലീവിലാണ്. ആ സമയത്താണ് ഒക്ടോബർ 16-ാം തീയതി അടുത്ത സ്കാൻ പറഞ്ഞിട്ടുണ്ട്, 1.5 മാസങ്ങൾക്ക് ശേഷം. അത് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നീ വീണ്ടും ജോലിക്ക് പോയിക്കോ എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അങ്ങനെ 16-ാം തീയതിയിലെ സ്കാനിങ്ങിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഒക്ടോബർ 14-ാം തീയതി 9 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉപേക്ഷിച്ച എൻ്റെ പ്രൊഫഷനിലേക്ക് മാതാവിനെ തിരിച്ചെത്തിച്ചു. നേഴ്സിങ്ങിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എനിക്ക് വന്നു. അങ്ങനെ ആ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് 28-ാം തീയതിക്കുള്ളിൽ എനിക്ക് ജോയിൻ ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്ന ആ ഒരു സന്തോഷത്തിൽ ഞാൻ 16-ാം തീയതി സ്കാനിങ്ങിന് പോയി. പക്ഷേ സ്കാനിങ്ങിൽ പ്രശ്നങ്ങൾ ഒന്നുകൂടെ കൂടി. ഗർഭപാത്രത്തിൽ മറുപിള്ള താഴെയായിരിക്കുന്ന അവസ്ഥയോടൊപ്പം തന്നെ മറുപിള്ള ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, മെഡിക്കൽ കോളേജിലല്ലാതെ ഒരിടത്ത് പോയാലും നിന്നെ കിട്ടില്ല, അത്രയ്ക്കും കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ടിരിക്കുവാണ്, ഇനി അങ്ങോട്ട് ഏതൊക്കെ അവയവങ്ങളിലേക്ക് ഇത് ഒട്ടിപ്പിടിക്കുമെന്ന് പറയാൻ പറ്റില്ല, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് മാത്രം ഈ കേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഓരോ അവയവങ്ങൾക്കും പ്രത്യേക ഡോക്ടേഴ്സ് വേണം, അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറിനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഹെൽത്തിൽ നിന്ന് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു, ചെങ്ങന്നൂരാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാറിന് പോയി ജോയിൻ ചെയ്യുക, ലീവ് എടുക്കുക, പോരുക, അത്രയല്ലാതെ യാത്ര പാടില്ല, ഉറപ്പാണ് ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ പോയി വരുന്നത് വരെ ഒരു കുഴപ്പം ഉണ്ടാവില്ലേ? കാരണം അത്രയ്ക്കും എല്ലാവരും കാണിച്ച ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത് 33-ാമത്തെ ആഴ്ചയിൽ ഒരു സിസേറിയൻ്റെ മുറിവുള്ളത് കൊണ്ട് റെസ്റ്റ് എടുത്ത് ഒന്നും ചെയ്യാതെ കിടന്നാൽ പോലും നിനക്ക് ബ്ലീഡിങ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ചെങ്ങന്നൂർ പോയി ജോയിൻ ചെയ്തു. ഞങ്ങൾ അവിടുന്ന് മെറ്റേണിറ്റി ലീവ് എടുത്ത് തിരിച്ചു വന്നു. 31-ാം തീയതിയാണ് ഡോക്ടറെ അടുത്ത് പോയത്. അപ്പോൾ ആ പോകുന്ന സമയത്ത് മമ്മിയുടെ ഉടമ്പടി കാശുരൂപം ഞാൻ ഒരു പിന്നിൽ കുത്തി എൻ്റെ യൂസ് ചെയ്യുന്ന ഉടുപ്പ് ഏത് ഉടുപ്പിട്ടാലും അതിൻ്റെ അകത്തുകൂടെ എൻ്റെ വയറിൽ
തൊടുന്ന വിധത്തിൽ ഞാൻ ആ കാശ് രൂപ എപ്പോഴും കൊണ്ടു നടന്നിരുന്നു. ആ ഒരു സംരക്ഷണം സിസേറിയൻ ടേബിളിലേക്ക് കയറുന്നത് വരെയും ഉണ്ടായിരുന്നു. മാതാവ്, എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ബ്ലീഡിങ് ആവുമെന്ന് പറഞ്ഞു. പക്ഷേ മാതാവ് ഒരു ഡ്രോപ്പ് പോലും രക്തം കാണിക്കാതെ എന്നെ കാത്തു. അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് MRI ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗർഭപാത്രം മുഴുവനായിട്ടും ഒട്ടിപ്പിടിക്കുന്നു. നവംബർ 17 അഡ്മിഷൻ ആവണം. ഡിസംബർ 28 ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ ഒരു മാസവും ഒരാഴ്ചയും നേരത്തെ നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സിസേറിയൻ 17 അഡ്മിഷനായി. അന്ന് സ്കാൻ ചെയ്തപ്പോഴും ഈ മറുപിള്ള കംപ്ലീറ്റായും ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നു. ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാം, കാരണം വീട്ടിൽ വിട്ട് കഴിഞ്ഞെന്നാൽ ഉറപ്പായും ബ്ലീഡിങ് ആവും. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. 21 വീണ്ടും സ്കാൻ ചെയ്തു. അപ്പോൾ ഗർഭപാത്രം കഴിഞ്ഞ് അടുത്ത അവയവമായ മൂത്രസഞ്ചിയിലേക്ക് ഈ മറുപിള്ള ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയായി. ഡോക്ടർ പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷയില്ല, അതുകൊണ്ട് നമുക്ക് സിസേറിയൻ ചെയ്യാം. അങ്ങനെ നവംബർ 23 സിസേറിയൻ്റെ ഡേറ്റ് പറഞ്ഞു. 22 ഡോക്ടർ എന്നെ പേഴ്സണലായിട്ട് കാണാൻ വന്നു. എന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, മോളെ നീ ധൈര്യമായിരിക്കണം, എന്ത് തന്നെ സംഭവിച്ചാലും നിൻ്റെ മനോധൈര്യം കൈവിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഒട്ടും അവർ ഉറപ്പ് പറയുന്നില്ല എന്ന് പറയാതെ പറഞ്ഞു. ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്ത് എന്നെ 23 11 മണിക്ക് ഓപ്പറേഷൻ കിട്ടി. ഏകദേശം 3.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനായിരുന്നു. ഓപ്പറേഷനിൽ ഗർഭപാത്രം എടുത്തു കളഞ്ഞു, മൂത്രസഞ്ചിക്ക് മുറിവ് പറ്റി, ഒരു ഭാഗം എടുത്തു കളഞ്ഞു. കിഡ്നിയിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് എനിക്ക് സ്റ്റെൻറ്റ് ഇട്ടു. 1 മാസത്തോളം ഞാൻ യൂറിൻ പോകാൻ ട്യൂബിട്ട് കിടന്നു. അവിടുന്ന് 9 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്ന് സ്റ്റിച്ചൊന്നും എടുക്കാതെയാണ് വിട്ടത്. 27 സ്റ്റിച്ചോളം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും തലേ ദിവസം വന്ന് ഡോക്ടർ പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ പിറ്റേ ദിവസം ഹസ്ബൻഡിനോടെല്ലാം ഒരുപാട് കോംപ്ലിക്കേഷൻസ് പറഞ്ഞു. ഡോക്ടർ ഒട്ടും ഹോപ്പില്ലാത്ത രീതിയിലായിരുന്നു സംസാരിച്ചത്. അങ്ങനെ എനിക്കും കുഞ്ഞിനും ഒരു ഉറപ്പില്ലാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു കുഴപ്പവും കൂടാതെ മാതാവ് കാത്ത് ഇന്ന് ഈ നിമിഷം എൻ്റെ കുഞ്ഞിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഞാനും ഒരു കുഴപ്പമില്ലാതെയാണ് ഇരിക്കുന്നത്. ആ സമയത്ത് യൂറിൻ്റെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് കുറച്ച് നാൾ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായി. പക്ഷേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ ആയിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷേ ഒരു ലക്ഷണങ്ങൾ പോലും കാണിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, പൂർണ്ണ ആരോഗ്യത്തോടെ ഓരോ ദിവസവും എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ആണ് വരുന്നത്. ഇപ്പോൾ ഈ മാസം 24 ഞാൻ ഹെൽത്തിൽ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ ഇനി ഉള്ള എൻ്റെ പ്രാർത്ഥന എൻ്റെ ട്രാൻസ്ഫർ റിക്വസ്റ്റാണ്. അത് മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാതാവ് ഇത്രയും വലിയൊരു അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിച്ച് മാതാവ് അതും സാധിച്ചു തരുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതുപോലെ എൻ്റെ സഹോദരൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷമായി. ഇതുവരെ അവർക്കൊരു കുഞ്ഞില്ല. അപ്പം അതൊരു സങ്കടമായിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ അപ്പച്ചന് ഒരുപാട് അസുഖങ്ങളുണ്ട്. അവർ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എപ്പോഴും മമ്മി ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി കൊടുത്തോണ്ടാണ് അപ്പച്ചൻ പോകുന്നത്. അപ്പം 67 വയസ്സുണ്ട്. ആളിപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. പിന്നെ എൻ്റെ സഹോദരൻ വിവാഹം കഴിഞ്ഞിട്ട് 2 പേരും 2 അങ്ങനെ 1 വർഷത്തോളം അവർ മാറി നിന്നു. അത് കഴിഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് 2 പേർക്കും ഒരിടത്തേക്കായി ജോലി ശരിയാവുക. ഇപ്പോൾ 2 പേരും ഒരിടത്താണ് നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത്. ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് എൻ്റെയും ഈ കുഞ്ഞിൻ്റെയും കാര്യമാണ്. മാതാവ് തൊട്ടനുഗ്രഹിച്ച ഒരു നിമിഷം എന്ന് തന്നെ പറയാം. കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ടും എടുത്തു പറയാനുള്ളത്. ബാറൂക്കിൻ്റെ പുസ്തകം 6:7 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, എൻ്റെ ദൂതൻ നിങ്ങളോട് കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. എങ്ങനെ തൻ്റെ പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ് 5-ാം മാസം മുതലുള്ള സ്കാനിങ്ങിൽ എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ, പിന്നീട് ഉടമ്പടി കാശുരൂപം താൻ ഉപയോഗിച്ച് കാര്യങ്ങളും അതുമൂലം എങ്ങനെയാണ് അമ്മ തന്നെ ഇത് ഏറ്റവും നല്ല രീതിയിൽ പിന്നെ തൻ്റെ കുഞ്ഞിനും തനിക്കും സംരക്ഷണം നൽകുന്ന രീതിയിൽ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. അതായത് ഓരോ പ്രാവശ്യത്തെയും സ്കാനിങ്ങിൽ
ഓരോ അവയവങ്ങളെ സ്കാനിങ്ങിൽ ഒട്ടിപ്പിടിച്ചതായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് പിന്നീട് നാം കേൾക്കുന്നത്. അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും അമ്മയെയോ കുഞ്ഞിനെയോ ലഭിക്കുമോ എന്നുള്ള ഒരു സംശയത്തിലുമൊക്കെ ഡോക്ടേഴ്സ് പറയുമ്പോൾ ഇവർക്ക് ധൈര്യം കൊടുത്തത് ഉടമ്പടിയാണ്. അങ്ങനെ ഇന്ന് ആരോഗ്യത്തോടെ കുഞ്ഞുമായിട്ട് നമ്മുടെ മുമ്പിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ഈ മകൾ നിൽക്കുമ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ ദൂതൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു എന്ന് ദൈവവചനം അരുളി ചെയ്യുന്നത് പോലെ അപകട മേഖലകളിലുള്ള അമ്മയുടെ സംരക്ഷണത്തിന് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ വരുന്നത് ചാരുമുട്ടിയിൽ നിന്നാണ്. ഞാൻ 3 വർഷം മുമ്പ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എറണാകുളത്താണ്. ഒരു ചെറിയ കമ്പനിയിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഞാൻ വിദേശത്തേക്ക് പോകുമെന്നോ ഒരു നല്ല ജോലി കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചല്ല. ആ സമയത്താണ് എൻ്റെ ഓഫീസിലൊരു പുതിയ കുട്ടി വരുന്നത്. അപ്പോൾ അവളും ഞാനും കൂടെ സംസാരിച്ച് കൂടുതൽ ക്ലോസ് ആയപ്പം അവൾക്കും പുറത്തേക്ക് പോകാൻ തന്നെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രൈ ചെയ്ത് യൂറോപ്യൻ കൺട്രികളിലേക്ക് പോകുക എന്നുള്ളത് ഒരിക്കലും പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല. ഫിനാൻഷ്യൽ ബേസ് ആണെങ്കിലും വിസ പ്രോസസ്സിങ് ആണെങ്കിലും നമുക്കതിന് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു ദുബായിലേക്ക് ഒരു വിസ എടുത്ത് പോകാം, നമുക്ക് അവിടെ പോയി ജോലി നോക്കാം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനെപ്പറ്റി ഒന്നും അറിയുമോ ഒന്നുമില്ല, സഹായിക്കാനോ ആരുമില്ല. ലാസ്റ്റ് അവളുടെ ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. ആ ഒരു വ്യക്തി നമുക്ക് അവിടെ ഉള്ള അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം ഒരുക്കി നമ്മൾ ഇവിടുന്ന് പോയി ജോബിൻ്റെ കാര്യങ്ങളും എല്ലാം ആക്കിയിട്ട് അവിടെ ചെന്ന് ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം ജോലിക്ക് കയറി. അവർക്കാണെങ്കിൽ ഇൻ്റർവ്യൂ നോക്കിയിട്ട് കിട്ടിയതുമില്ല. അങ്ങനെ പിറ്റേ ദിവസം ജോലി കയറി. എനിക്ക് ആ ജോലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അതുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ട് പോകാനോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. നമ്മുടെ ഡ്യൂട്ടി ടൈമോ കാര്യങ്ങളോ ഒന്നും. വിസ ആണെങ്കിൽ ആകെ 1 മാസമേ ഉള്ളൂ, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പം ആ കമ്പനിക്കാർ പറഞ്ഞു നിങ്ങളുടെ വിസ പ്രോസസ്സിങ് ചെയ്യാം, പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 വർഷം ഞാൻ ആ കമ്പനി തന്നെ പണിയെടുക്കേണ്ടി വരും. എനിക്കൊരിക്കലും അത് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട ജോലിയായിരുന്നു നമുക്ക് തന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുക്കാതെ ഞാൻ പറഞ്ഞു ഞാൻ ഇനി ജോലിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. അപ്പോൾ എൻ്റെ റൂമിൽ ആ താമസിക്കുന്ന കൂട്ടത്തിൽ 3-4 പേര് വിസിറ്റിംഗ് വിസയിൽ ജോബിന് അന്വേഷിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ പറഞ്ഞു അതിനെന്താ നമ്മളെല്ലാം വിസിറ്റിങ്ങിലല്ലയോ, നമുക്ക് വേറെ ജോലി നോക്കാം എന്നൊക്കെ പറഞ്ഞ് രാവിലെ എല്ലാവരും കൂടെ ഒന്നിച്ച് ജോലി നോക്കുകയും ഇൻ്റർവ്യൂസ് കോൾസും കാര്യങ്ങളും എല്ലാം അയക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്കൊരു ദിവസം രാവിലെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. അപ്പം ഞാൻ എന്തെടുത്ത് എൻ്റെ റൂംമേറ്റിനോട് പറഞ്ഞു എനിക്ക് വന്ന കോളാണ്, പക്ഷേ അവിടെ വേക്കൻസി കാണും, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോയി നോക്കാം, ആർക്കെങ്കിലും കിട്ടുന്നെങ്കിലാകട്ടെ, ഒരാൾക്ക് കിട്ടുന്നെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ റൂമിലെ 2 ചേച്ചിമാരും കൂടി പോയി. അതിൽ പോയപ്പം ഇൻ്റർവ്യൂ എനിക്കായിരുന്നു കോൾ വന്നത്. ഞങ്ങൾ 3 പേരും കൂടെ പോയപ്പോൾ അവർ ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞ് അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താൻ സെലക്ട് ആയത്, പക്ഷേ മറ്റേ കുട്ടിക്ക് ഹസ്ബൻഡ് വിസ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വിസ പ്രോസസ്സ് ചെയ്യേണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആ കൊച്ചിന് ജോബ് കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടുമോ, എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് വേറൊരു റൂംമേറ്റ് ഉണ്ട്. ആ കുട്ടി എന്നോട് പറഞ്ഞു ഒരാൾക്ക് ഇൻ്റർവ്യൂ കിട്ടുമ്പോൾ താനേ ഉള്ളു ഇങ്ങനെ കൂട്ടത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്നത്, എല്ലാവർക്കും ജോലിക്കല്ല ഇവിടെ വന്നേക്കുന്നത്, താൻ എന്തിനിങ്ങനെ കൂടെ വിളിച്ചുകൊണ്ട് പോയെന്ന് ചോദിച്ചാൽ ആ കുട്ടി എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്നും കരുതി ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് എനിക്കൊരു വേറൊരു ജോലി കിട്ടിക്കഴിഞ്ഞ് ഞാൻ അവിടെ ജോയിൻ ചെയ്ത് എൻ്റെ വിസ പ്രോസസ്സ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ എനിക്കൊരു റൂം ഷിഫ്റ്റ് ചെയ്യണം. കാരണം ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഒത്തിരി ദൂരെയാണ് ആ റൂം, ജോലി ചെയ്യുന്ന സ്ഥലം. അപ്പം ഞാൻ എന്ത് ചെയ്തു, റൂമിൻ്റെ കാര്യത്തിന് ഒരു ആളെ വിളിച്ചു, എനിക്ക് റൂം വേണം, ഇതുപോലെ റൂം. അപ്പോൾ അയാൾ ചോദിച്ചു ഇവിടെ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു ഇന്നടുത്ത് വേക്കൻസി ഉണ്ട്, ഒന്ന് അയച്ചു കൊടുക്ക്, വിസ പ്രോസസ്സിങ് ആയില്ലെങ്കിൽ എന്നും പറഞ്ഞിട്ട് അയാൾ പറഞ്ഞതനുസരിച്ച് ഒരു മെയിൽ അയച്ചു കൊടുത്തു, എൻ്റെ ബയോഡേറ്റയും കാര്യങ്ങളും എല്ലാം. ആ ബയോഡേറ്റ അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ആ കമ്പനിയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ
ശരിക്കും എനിക്കൊരു ഉള്ളിൽ നിന്നൊരിതായിരുന്നു. കാരണം എനിക്ക് ഒരിക്കലും അത് കിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അത്രയും വലിയൊരു കോർപ്പറേറ്റ് കമ്പനി ജോലി ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷനോ ഒരു എക്സ്പീരിയൻസോ എനിക്കില്ല. പക്ഷേ ഞാൻ കൊറോണ സമയത്ത് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ഉടമ്പടിയായിരുന്നു എടുത്തിട്ടുള്ളത്. ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കുമെന്നല്ലാതെ ഉടമ്പടി പ്രകാരം ഒരു കാര്യങ്ങളും ചെയ്യാറോ എടുക്കാറോ ഇല്ല. പക്ഷേ എൻ്റെ അമ്മ നന്നായി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ കൃപാസനത്തിൽ ഇതെല്ലാം ഓൺലൈനിൽ കണ്ടും കേട്ടും പ്രാർത്ഥിക്കും എടുക്കും എല്ലാം നല്ലതായിട്ട് ചെയ്യും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ ഇൻ്റർവ്യൂ കിട്ടി, പക്ഷേ ആ ജോലി കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം അത് അത്രയും വലിയ കമ്പനിയാണ്. ഒത്തിരി എന്നെക്കാളും ഒത്തിരി ക്വാളിഫൈഡ് ആയ കുട്ടികളും കാര്യങ്ങളും എല്ലാം ഇൻ്റർവ്യൂവിന് വരുന്നുണ്ട്. ഒരിക്കലും അത് കിട്ടില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിളിക്കാം, സെക്കൻഡ് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ സെക്കൻഡ് ഇൻ്റർവ്യൂവിന് അവർ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയില്ല അവർ വിളിക്കുമോ ഇല്ലയോ ഒന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അത്രയും ആഗ്രഹമുണ്ട് ആ ജോലി കിട്ടണമെന്ന്. കാരണം നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം മാറും. ആ ഒരു ജോലി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദൈവം എനിക്ക് തന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് മാറും. അത്രയും നല്ലൊരു കമ്പനിയാണത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇൻ്റർവ്യൂവിൻ്റെ കോള് വരുന്നില്ല എനിക്ക്. ഞാൻ ദൈവത്തെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് തരണേ. 3 ദിവസം ഞാൻ ഉപവാസം എടുത്ത് മാതാവിനോട് മാത്രമായിട്ട് പ്രാർത്ഥിക്കുന്നു. 3-ാമത്തെ ദിവസം എനിക്ക് കോള് വരുന്നു. ആ സമയത്ത് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ, പുറപ്പാടിൻ്റെ പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ 27-ാം അധ്യായം ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മാതാവേ നീ എനിക്ക് ഈ ജോലി തരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ അധ്യായം വായിച്ചു കഴിയുന്നതിന് മുമ്പ് എനിക്ക് തരണേന്ന്. 3-ാമത്തെ ദിവസം 27-ാം അധ്യായം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഇതുവരെ കോളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, ഞാൻ ബൈബിൾ വായിച്ച് തീരാറാവുന്നു, അധ്യായം വായിച്ച് തീരാറാവുന്നു, എനിക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ മാതാവേ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ രണ്ടാമത് വന്നു. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് മാതാവിൻ്റെ ഒരു ലോക്കറ്റാണ്. എൻ്റെ കയ്യിൽ കാശ് രൂപ ഒന്നും ആ സമയത്തില്ല. കൃപാസന മാതാവിൻ്റെ ഒരു ലോക്കറ്റായിരുന്നു. ആ ലോക്കറ്റും കൈ പിടിച്ചാണ് ഞാൻ പോയി പ്രാർത്ഥിച്ചത്. രണ്ടാമത്തെ ഇൻ്റർവ്യൂ സെലക്ഷനായി. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഇരട്ടി സാലറിയിലാണ് എന്നെ അവർ അപ്പോയിൻമെൻറ്റ് ചെയ്തത്. 3-ാം ദിവസം എൻ്റെ വിസ പ്രോസസ്സിംഗ് ആയി. എനിക്ക് പെർമനൻറ്റ് ജോബായി ഞാൻ അവിടെ ആയി. എൻ്റെ കൂടെ വന്ന കുട്ടികൾക്ക് തിരിച്ചു വരേണ്ടി വന്നു. അതിനുശേഷം എൻ്റെ ആദ്യത്തെ വിവാഹ ജീവിതം എന്ന് പറയുന്ന ഒരു പരാജയമായിരുന്നു. ദൈവത്തിനോടായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എനിക്ക് നല്ലൊരു പാർട്ട്ണറെ തരണേന്നായിരുന്നു. ആ സമയത്താണ് മാരേജിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കുന്നത്. പിന്നെ ഒരു വീടായിരുന്നു ആവശ്യമായിട്ടുണ്ടായിരുന്നത്. ഈ 2 കാര്യങ്ങളും ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവിൻ്റെ സഹായം കൊണ്ട്, മാതാവിൻ്റെ പ്രാർത്ഥനയോടുള്ള ഇതുകൊണ്ട് എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയാണ് കിട്ടിയത്. ഞങ്ങളുടെ വിവാഹത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാ സമയത്തും ഞങ്ങൾ ഒന്നിച്ചിവിടെ വന്നു പ്രാർത്ഥിച്ചു. അച്ഛനാണെങ്കിലും ഞങ്ങളുടെ വിവാഹത്തിൻ്റെ സമയത്ത് വിസയുടെ പ്രോബ്ലത്തിലും ഒക്കെ ആയിരുന്നു. വിസ ഇല്ലാണ്ട് വിസയ്ക്ക് പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അങ്ങനെ ഒരുപാട് പൈസയുടെ ബുദ്ധിമുട്ടും പിന്നെ ഞങ്ങളുടേതായ പേഴ്സണൽ ഇഷ്യൂസും എല്ലാമായിട്ട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ ആകെ കൂടി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള മാതാവിനെയാണ്. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയോട് കൂടിയാണ്. അതിപ്പോൾ ഞാൻ എത്ര തിരക്കാണെങ്കിലും രാവിലെ ഓഫീസിൽ പോകാൻ ഞാൻ ഒത്തിരി ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഡ്യൂട്ടി ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ആ ഒരു ലേറ്റായിട്ട് എണീറ്റാൽ പോലും ഞാൻ ട്രാവലുണ്ട് ഓഫീസിലേക്ക് പോകാനായിട്ട്. ആ ഒരു പോക്കി പോലും ഞാൻ ഹെഡ്സെറ്റും വെച്ച് എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചാണ് എൻ്റെ ഒരു ദിവസം തന്നെ തുടങ്ങുന്നത്. ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ഒരു ജോലി കിട്ടിയതിന് ശേഷം ഒരു ദിവസം പോലും ഞാൻ ബൈബിൾ വായന മുടങ്ങാറില്ല. എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് മാത്രമാണ് എൻ്റെ കാര്യം മുൻപോട്ട് പോകുന്നത്. കാരുണ്യ പ്രവർത്തനത്തിൽ ഇപ്പം ഇവിടെ ഈ സാക്ഷ്യം പറയുന്ന കേട്ടപ്പോഴാണ് ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള കാരുണ്യ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ചാരിറ്റി ആയിട്ടും ഓർഫനേജിൽ കുട്ടികൾക്ക് വേണ്ടി അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ അറിയാതാണ് അതെല്ലാം ചെയ്തത്. അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഇപ്പോൾ ഈ സാക്ഷ്യത്തിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെയും അതിൽ സഹകരിക്കുന്നതിൻ്റെയും ഒക്കെ ഇത്. പക്ഷെ അറിയാതാണെങ്കിലും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുള്ള, അതായത് ചാരിറ്റി ബേസ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദൈവം സഹായിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വീടായി, എനിക്ക് നല്ലൊരു ജീവിത പങ്കാളി കിട്ടി. ആളുടെ വിസയുടെ ഇഷ്യൂ ഒക്കെ മാറി നല്ല ഇതായിട്ട് നടക്കുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ സിസ്റ്റർ ജർമ്മനിക്ക് പോകാനായിട്ട് എല്ലാം ഒരുങ്ങുകയാണ്. അപ്പം ആളുടെ എക്സാം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പുള്ളിക്കാരത്തിയുടെ കഴിഞ്ഞ ദിവസം എക്സാം ആയിരുന്നു. മാതാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണമെന്ന്, എല്ലാ കാര്യങ്ങളും നന്നായി നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഇത്ര ഒരുക്കി തന്ന മാതാവിന് നന്ദിയോട് സ്തോത്രം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഇത് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യം പറയുന്നത്. നമുക്കറിയാം ഓൺലൈൻ ഉടമ്പടി പ്രത്യേകിച്ച് ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റാത്തവർക്ക് ഉടമ്പടിയിലേക്ക് കടന്നു വരാനായിട്ട് ഇതൊരു കോവിഡിൻ്റെ സമയത്താണ് ഇത് ആരംഭിക്കുന്നത്. ഇതിൻ്റെ ആരംഭ സമയത്ത് ചിലപ്പോഴും ആരാധനയിൽ പറയാറുണ്ട്, ആരംഭ സമയത്ത് നമുക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു. കാരണം ഇങ്ങനെ ഓൺലൈനിലൊക്കെ ഉടമ്പടി എടുത്ത് ഇത്ര കൃത്യമായിട്ടൊക്കെ ആൾക്കാർ പാലിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കോവിഡിന് ശേഷവും വർഷങ്ങൾ ഇത്രയും കഴിയുമ്പോഴും ഈ ഉടമ്പടി എടുത്ത് ആത്മാർത്ഥമായിട്ട് ഇതിൽ നിലനിന്ന് അനുഭവമായിട്ട് ഓരോ ആഴ്ചയിലും മിനിമം ഒരു 3-4 പേര് വിദേശത്ത് നിന്ന് ഇവിടെ അവധിക്ക് വരുമ്പോഴും അല്ലാതെ ഇതിൽ വരുമ്പോഴുമൊക്കെ ആ ഓൺലൈൻ ഉടമ്പടി സാക്ഷ്യം പറയുന്നുണ്ട്. ഇത് വളരെ പരിശുദ്ധ. അപ്പം ഇതിൻ്റെ അർത്ഥം പരിശുദ്ധ അമ്മ തൻ്റെ പ്രത്യക്ഷീകരണത്തെ ഈ ലോകത്തിലെ ഏത് മൂലയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യമുള്ളവരുടെ നിയോഗങ്ങളാണെങ്കിൽ പോലും പരിശുദ്ധ അമ്മ അത് ഏറ്റെടുത്ത് ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് ഈ പ്രത്യക്ഷീകരണ അൾത്താരയിൽ കൊണ്ടുവന്ന് പറയിപ്പിക്കാനുള്ളൊരു ബോധ്യം അവർക്ക് നൽകുന്നുണ്ട്. അപ്പം കിട്ടുന്ന ദൈവാനുഭവങ്ങൾ ഒക്കെയും ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നുള്ളൊരു ബോധ്യം അവർക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ മാതാവിൻ്റെ ഈ വലിയൊരു അനുഭവം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണല്ലോ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം, അതും ഇതിലും വിവാഹമെന്ന കൂദാശയ്ക്ക് മുമ്പ് പ്രാർത്ഥിച്ച് ഒരുങ്ങിയതിനെക്കുറിച്ചും ഒരു ജോലി ക്രമപ്പെട്ടതും അതെല്ലാം ഈ മകൾ സാക്ഷ്യം പറയുമ്പം അങ്ങനെ കിട്ടിയെന്നല്ലല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ അധ്യായങ്ങൾ വായിച്ചു തീരുന്നതിന് മുമ്പ് ഒരു മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനൊരു മറുപടി എനിക്ക് ദൈവിക ഇടപെടൽ ലഭിച്ചു. ഒരു കാശുരൂപം എനിക്ക് എവിടെ നിന്നോ ലഭിച്ച കാശുരൂപത്തിനെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ വ്യക്തമായിട്ട് പരിശുദ്ധ അമ്മയാണ് ഈ ദൈവികമായൊരു ഇടപെടലിൻ്റെ പിന്നിലെന്നുള്ളൊരു ബോധ്യം ഈ മകൾക്കുണ്ട്. അത് സാക്ഷ്യപ്പെടുത്താനാണ് ഇന്നിവിടെ വന്നത്. ഇനിയും ഉടമ്പടി മുന്നോട്ട് പോകുമ്പം ഇനിയും വലിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ഞാൻ സിന്ധു AS കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെസ്റ്റ് ഡിസീസസ് അവിടുത്തെ സീനിയർ നേഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, ഈ മാതാവിൻ്റെയും ഈശോയുടെയും മുൻപിൽ ഈ അൾത്താരയിൽ വന്ന് ഇവിടെ ഒരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്ന ഈ പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി അറിയിക്കുന്നു. ഈ കഴിഞ്ഞ 2023 ഇപ്പോൾ 2024 ഈ കഴിഞ്ഞ 2023 ഈ സീസണിൽ ഞാൻ ഈ ഒരു ആത്മഹത്യയുടെ അറ്റംപ്റ്റ് വരെ ചെയ്ത് അങ്ങനെ ഒരു കണ്ടീഷനിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അമ്മയോട് മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് മാതാവിനും അറിയാം, എനിക്കും അറിയാം. പക്ഷേ അത് മാതാവ് എൻ്റെ മുമ്പിൽ വന്ന്, സിന്ധു നീ ആത്മഹത്യ ചെയ്യേണ്ട വ്യക്തിയല്ല, നീ ഈ സമൂഹത്തിന് വേണ്ട വ്യക്തിയാണ്, നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന് ഇന്ന് ഞാനിവിടെ ഈ മാതാവിൻ്റെ ഈ അൾത്താരയിൽ ഞാൻ നിൽക്കണ്ടെങ്കിൽ അതിന് ഒരേ ഒരു സാക്ഷ്യം എൻ്റെ ഈ മാതാവും തിരുക്കുമാരനും മാത്രമാണ്. അതുകൊണ്ട് ഞാൻ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഞാൻ ഈ വ്യക്തിയായിട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്കൊരു ജീവൻ ഇവിടെ മാതാവ് തന്നതാണ്, അല്ലാതെ വേറെ ഒരാളുമല്ല. അതിൻ്റെ കാരണം ഞാൻ മാതാവിനും അറിയാം, എനിക്കും അറിയാം. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഒരു മകനും ഒരു മകളുമാണുള്ളത്. മകൻ 10th കഴിഞ്ഞ ഈ വർഷം SSLC പരീക്ഷ എഴുതിയതാണ്. അവൻ മാത്സിന് പൊതുവേ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തെ നമ്മുടെ ഓണത്തിൻ്റെ പ്രിലിമിനറി എക്സാമിന് 3 മാർക്കാണ് അവന് കിട്ടിയത്. അപ്പോൾ ആ മോൻ ആകെ ഡെസ്പായി, ആകെ ഡിപ്രസ്ഡായി. പിന്നെ അതുമല്ല അവൻ്റെ ക്ലാസ്സിലുള്ള മക്കളൊക്കെ അവനെ കുറേ കളിയാക്കിക്കൊണ്ട് നീ എന്താടാ മന്ദബുദ്ധിയാണോ, നീ പൊട്ടനാണോ, ഇങ്ങനെയൊക്കെ ഓരോരോ ക്വസ്റ്റ്യനുകളും മകനോട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവൻ ഓൾറെഡി ഭയങ്കര ഡെസ്പായി. അവൻ എൻ്റെ അടുത്ത് എന്നും വന്ന് കരച്ചിൽ, അമ്മ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നേരം ഞാൻ ഉടമ്പടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, കണ്ണൻകുട്ടൻ നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, മാതാവ് നമ്മുടെ കൂടെയുണ്ട് എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ ഇവിടുന്ന് കിട്ടിയ ആ തൈലം എല്ലാ ദിവസവും എൻ്റെ മകൻ്റെ നെറ്റത്ത് പൊറ്റിയിട്ടായിരുന്നു സ്കൂളിൽ വിടുന്നത്. അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. ഈ പബ്ലിക് എക്സാം, SSLCയുടെ പബ്ലിക് എക്സാം വന്നു. ആ പബ്ലിക് എക്സാം വന്ന സിറ്റുവേഷനും എനിക്ക് കുറേയേറെ പ്രശ്നങ്ങളുള്ള സമയമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നു. എൻ്റെ ശരിക്കും നേറ്റീവ് പ്ലേസ് എറണാകുളമാണ്. ഞാൻ എറണാകുളത്തേക്ക് പോയ സമയത്താണ് എൻ്റെ മകൻ്റെ മാത്സ് എക്സാം നടക്കുന്നത്. എൻ്റെ മകൻ തന്നെ ആ ക്വാർട്ടേഴ്സിൽ നിന്ന് ആയിട്ടാണ് അവൻ എക്സാം എഴുതുന്നത്. അങ്ങനെ എക്സാം എഴുതി, എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ തവണ. എൻ്റെ മകൻ എല്ലാ വിഷയങ്ങൾക്കും, മാത്സ് ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ മാർക്കോട് കൂടിയാണ് എൻ്റെ മകൻ
മകൻ പാസ്സായത്. എൻ്റെ ഈശോയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. കാരണം എൻ്റെ മകൻ അത്രത്തോളം വിഷമിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ ഇങ്ങനെ പറയുകയാണെന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ ഞാൻ പറഞ്ഞു, കണ്ണൻകുട്ട നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, അതൊക്കെ മനുഷ്യരാണ്. പക്ഷേ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരേ ഒരാളുള്ളൂ, അത് ദൈവം. ആ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക. കാരണം എൻ്റെ മകൻ തന്നെയാണ് മാത്സ് എക്സാം നടക്കുമ്പോൾ എൻ്റെ ക്വാർട്ടേഴ്സിൽ തന്നെ എൻ്റെ മോനെ ഇട്ടിട്ടാണ് ഞാൻ നാട്ടിൽ, അമ്മയ്ക്ക് വയ്യാതെയായി പോയി. ആ സിറ്റുവേഷനൊക്കെ മറികടന്ന്. പക്ഷേ എൻ്റെ മകനും ഇപ്പോൾ ഒരുപാട് വിശ്വാസമായി. മാതാവിൻ്റെയും ഈശോയുടെയും പ്രസൻസ് ഉള്ള ഒരു കോഴിക്കോട് സേവിയോ ദേവഗിരി സ്കൂളിലാണ് എൻ്റെ മകൻ പഠിക്കുന്നത്. ഇപ്പോഴും ആ സ്കൂളിൽ തന്നെ +1 അവന് അഡ്മിഷൻ, എൻ്റെ മാതാവിൻ്റെയും ഈശോയുടെയും പ്രസൻസ് ഉള്ള സ്കൂളിൽ തന്നെ അവന് അഡ്മിഷനും കിട്ടി. സന്തോഷകരമായിട്ട് പോകുന്നു. പിന്നെ മൂന്നാമത്തായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഹോസ്പിറ്റൽ, ഞാനൊരു നേഴ്സിംഗ് ഇൻചാർജാണ്. ഹോസ്പിറ്റലിൽ കുറേയേറെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. കുറേ പ്രശ്നങ്ങൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ചെയ്താലും നമുക്ക് നെഗറ്റിവിറ്റി തന്നെ. പക്ഷേ അന്നേരം ആ സമയങ്ങളിലൊക്കെ എനിക്ക് ഉറപ്പായിട്ട് നീ ഒന്നും കൊണ്ട് എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഞാൻ എന്നും കൊന്ത ഇട്ടുകൊണ്ടായിരുന്നു പോകുന്നത്. ആ സമയങ്ങളിൽ എന്ത് സിറ്റുവേഷൻ വന്ന് എന്നെ വിളിച്ചാലും, പക്ഷെ അപ്പം തന്നെ എന്നോട് ഈശോ പറയും, സിന്ധു നീ ധൈര്യമായിട്ട് പോയിക്കോ, ഞാനുണ്ട് നിൻ്റെ കൂടെ, എന്ത് ഇഷ്യൂസ് വന്നാലും നീ പോയിക്കോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ എന്ത് പ്രശ്നം നമുക്ക് മറികടക്കേണ്ട വന്നാലും, എനിക്കെതിരെ എന്തോ പ്രശ്നങ്ങൾ വന്നാലും, എല്ലാ പ്രശ്നങ്ങളും ഹോസ്പിറ്റൽ സംബന്ധിച്ചാണെങ്കിലും എൻ്റെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളെല്ലാം ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ മാത്രമാണ് ഈ ഓരോ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്ത് ഇപ്പം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഇടയ്ക്ക് തന്നെ ഇപ്പോഴും ഞാൻ ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ 2003 എനിക്ക് PSC കിട്ടിയതാണ്. ആ സമയം മുതൽ എന്നും ഒരു 15 മിനിറ്റ് എനിക്ക് ക്വാർട്ടേഴ്സിലേക്ക് നടക്കണം. ഡെയിലി നടന്നാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഈ ഫിറ്റ്സ് ഉള്ളതുകൊണ്ട് ഡ്രൈവിങ് പറ്റില്ല എന്ന് സാറ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് 10-25 വർഷമായി ഡെയിലി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഒരു ദിവസം ഈ കഴിഞ്ഞ ആഴ്ച തന്നെ മെയിൻ റോഡാണ് ഞങ്ങളുടെ കോളേജിൻ്റെ NHM, അതിലൂടെ ഞാൻ റോഡിൻ്റെ സൈഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മുക്കത്തുനിന്ന് വരുന്ന ബസ്സുകളൊക്കെ എന്ന് വെച്ചാൽ നല്ല ഓവർ സ്പീഡിലാണ് വരുന്നത്. അതെൻ്റെ കയ്യിലൂടെ ഇങ്ങനെ ഈ വലത്ത് കൈയുടെ സൈഡിലൂടെ ഇങ്ങനെ ഉരസി അങ്ങോട്ട് പോവുക. അപ്പോൾ ബസ് നിർത്തി പെട്ടെന്ന് അവരൊക്കെ ഓടി ഇറങ്ങി, ചേച്ചി എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ അന്നേരവും എൻ്റെ കയ്യിൽ കൊന്തയുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ ഒരു തണുപ്പ് വന്ന് ഇങ്ങനെ അങ്ങ് പോയി എന്നുള്ളതല്ലാതെ എനിക്ക് എൻ്റെ കൈക്ക് ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ ശരിക്കും എന്താ പറയുക, പറയാനായിട്ട് വാക്കുകളില്ല അതിൽ. അതൊക്കെ എന്ന് വെച്ചാൽ ഈശോയുടെ ആ കൊന്തയുടെ ഒരു ശക്തി നമ്മുടെ കയ്യിൽ, എൻ്റെ വലത് കയ്യിലാണ് കൊന്ത ഇരിക്കുന്നത്. അത് ഒരു പ്രശ്നവും കൂടാതെ, എൻ്റെ കൈക്ക് ഒരു പ്രശ്നവുമില്ല. വീട്ടിൽ ചെന്ന് ഹസ്ബൻഡ് ചോദിച്ചു നിൻ്റെ കൈ നോക്കുന്നു. പക്ഷേ എൻ്റെ കൈക്ക് ഒരു പ്രശ്നവുമില്ല, ഇന്നും പ്രശ്നമില്ല. അന്ന് ആ നടന്ന ദിവസം മുതലും ഒരു പ്രശ്നമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണ് എൻ്റെ കൈ കൊണ്ട് ഞാൻ ഡെയിലി ഡ്യൂട്ടി എടുക്കുന്നത്. പിന്നെ ഈ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഈ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ ആത്മഹത്യാ ടെൻഡൻസികളൊക്കെ വന്നിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് പാടാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടായി. പക്ഷേ എനിക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ല, ജീവിതത്തിൽ ഒരു താല്പര്യമില്ല, പാടാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു അവസ്ഥ വന്നു. പക്ഷേ ഈ മാതാവിൻ്റെ ഇവിടെ നിന്ന് കൊണ്ടുപോയ ആ തേൻ ദിവസവും ഞാൻ കഴിക്കുമായിരുന്നു. അങ്ങനെ കഴിച്ച് എൻ്റെ വോയിസിലൊക്കെ ഒരു വ്യത്യാസം വന്നു. അപ്പം ആ വോയിസ് എനിക്ക് മെച്ചപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. അത് എല്ലാവർക്കും, ഇവിടെയുള്ള എല്ലാവരും കൂടി ഒന്ന് ശ്രവിക്കുക വേണ്ടിയാണ് ഞാൻ അതിൻ്റെ ഈശോയുടെ ഒരു 2 വരി സോങ് ഞാനിവിടെ പാടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും സഹകരിക്കുക. സ്നേഹമേ ഗീടണമേ എൻ മനം നീറുമ്പോൾ, സ്നേഹിതനായി നീ വരണേ ഏകയാകുമ്പോൾ, ആരും കാണാതെ ഞാൻ കരയുമ്പോൾ, ആരോടും പറയാതെ ഞാനൊരുകുമ്പോൾ, ദൈവമേ ആശ്രയം നീ മാത്രമേ, ദൈവമേ ആശ്രയം നീ മാത്രമേ. എല്ലാവരോടും പറയാനുള്ളത് ദൈവം മാത്രമാണ് നമുക്ക് ആശ്രയം. മനുഷ്യരെ നമ്മൾ ഒരിക്കലും ആശ്രയിക്കരുത്, ദൈവത്തിന് മാത്രം ആശ്രയിക്കുക.
പിന്നെ എനിക്ക് കുറേ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഇഷ്ടംപോലെ ചാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ വരുന്ന പേഷ്യൻസ്, പിന്നെ ഞങ്ങളുടെ അടുത്ത് ലെപ്രസി ഹോസ്പിറ്റലുണ്ട്, അവിടെയൊക്കെ പോയി എനിക്ക് കുറേ കാര്യങ്ങൾ അവർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കാനും അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഡെയിലി 10-11 ഡെസ്റ്റിറ്റ്യൂട്ട് പേഷ്യൻസ് ഞങ്ങളുടെ ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം എത്രത്തോളം ഡെസ്റ്റിറ്റ്യൂട്ട് പേഷ്യൻസിനൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. പണ്ടും ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിൽ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഈ ഉടമ്പടി ജീവിതത്തിൽ വന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചാരിറ്റി ആൾക്കാരായിട്ട് ആരോട് എൻ്റെ പേഷ്യൻസിന് വേണ്ടി ഞാൻ എന്താവശ്യപ്പെട്ടാലും ഞാൻ സിസ്റ്റർ ചോദിക്കുകയാണോ ഇപ്പം തന്നെ ഞങ്ങൾ കൊണ്ടുതരാം, അങ്ങനെ ഒരു മടിയും കൂടാതെ ഈ ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഡെസ്റ്റിറ്റ്യൂട്ട് പേഷ്യൻസിന് വേണ്ടി കുറേയേറെ കാര്യങ്ങൾ ഞാൻ വഴിയും ഞാൻ ബന്ധപ്പെടുന്ന ഈ ചാരിറ്റി ഗ്രൂപ്പായിട്ട് വഴിയും എനിക്ക് കുറേ കാര്യങ്ങൾ ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെസ്റ്റിറ്റ്യൂട്ട് പേഷ്യൻസിന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫുഡിനാണെങ്കിലും അവരുടെ അവൈലബിലിറ്റിക്കൊന്നും ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഇൻചാർജാണ്, അവിടെയുള്ള പേഷ്യൻസിൻ്റെ മൊത്തത്തിൽ കാര്യങ്ങൾ നോക്കണം. പക്ഷേ ഈ ഉടമ്പടി ജീവിതം ഒരുപാട് എനിക്കൊരു വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ വരുത്തി. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഈശോയിലും മാതാവിലും ജീവിക്കുക, നമുക്ക് പറയാനുള്ള സാക്ഷ്യങ്ങൾ പറയുക. എൻ്റെ ഈശോയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തി തന്നതിന്. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 26-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും, മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. അതിജീവനത്തിൻ്റെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കൃപാസന അൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തങ്ങളെങ്ങനെ കൃപാസന അൾത്താരയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് നിൽക്കുവാൻ യോഗ്യരായി അതിന് സാക്ഷ്യം പറയുവാൻ തങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ പ്രശ്നങ്ങളിൽ ഈ മകള് ജീവിതം കൈവിട്ടു പോയ നിമിഷങ്ങൾ ഇപ്പോഴിതൊരു പുനർജന്മമാണെന്നാണ് ഈ മകള് പറഞ്ഞത്. അങ്ങനെ തൻ്റെ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് തനിക്ക് ദൈവത്തെ കാണാനും ദൈവത്തെ തേടുവാനും ദൈവത്തെ അനുഭവിക്കുവാനും സാധിച്ചത്. തൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞു. മാത്സിന് 3 മാർക്ക് കിട്ടിയ കുട്ടി എങ്ങനെ പിന്നീട് ഫുൾ A+ൽ പാസ്സാകുന്നു. ഉടമ്പടി എങ്ങനെ ഈ മകൾക്ക് ധൈര്യം പകരുന്നു, അതാണ് നാം കേട്ടത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഈ മകള് ഈശോയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം, കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, തൻ്റെ പ്രൊഫഷൻ തന്നെ എങ്ങനെയാണ് ഇന്ന് കർത്താവിന് വേണ്ടിയിട്ടൊരു ശുശ്രൂഷയായി മാറ്റുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ജപമാലയൊക്കെ പഠിച്ച് ഇപ്പോൾ ജപമാല ഇല്ലാതെ ഒരു ദിവസം പോലും ഈ മകള് ജീവിതത്തിൽ പോകുന്നില്ല. തനിക്കൊരു അപകടമുണ്ടാകുമ്പോഴും ജപമാല കയ്യിലുണ്ടായിരുന്നു. തനിക്കൊരു തണുപ്പ് മാത്രമാണ് അനുഭവപ്പെട്ടത്. അമ്മയുടെ സാന്നിധ്യമാണത്. അമ്മയുടെ സുഗന്ധാഭിഷേകമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സുഗന്ധാഭിഷേകം അത് ഒരു പ്രാവശ്യം ഹോസ്പിറ്റൽ ഇഷ്യൂസിൻ്റെ സമയത്ത് എന്ന് വെച്ചാൽ വല്ലാത്തൊരു പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയത്. ഈ സെയിം ഹോസ്പിറ്റൽ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഒരു തവണ ഈശോയുടെ കൈകൾ നീ ഇങ്ങോട്ട് വാ എൻ്റെ അടുത്തേക്ക്, കാരണം അത്രയ്ക്കും വലിയൊരു പ്രശ്നത്തിലൂടെ വന്നായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി 12 മണിക്ക് നമുക്ക് 3 മണിക്ക് പ്രാർത്ഥന. ഇതൊക്കെ ഞാൻ ഒരു അക്രൈസ്തവയാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. പകൽ 3 മണി, പുലർച്ചെ 3 മണി. ഈ ഹോസ്പിറ്റലിൽ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ 3 മണിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ കിടന്നുറങ്ങിയപ്പോഴാണ് ഈശോയുടെ 2 കരങ്ങൾ, അത് എത്ര സോഫ്റ്റാ, നീ ഇങ്ങോട്ട് വാ എൻ്റെ അടുത്തേക്ക്. അത്രത്തോളം അനുഭവം എനിക്ക് ഈശോയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു അക്രൈസ്തവയാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. പിന്നെ ഒരു ദിവസം പോലും സിസ്റ്റർ പറഞ്ഞ പോലെ അന്ന് ആ സമയം മുതൽ ഇന്നേ വരെ ഒരു ദിവസം പോലും കൊന്ത ഞാൻ മുടക്കിയിട്ടില്ല. ഒരു 1 അവർ കൊന്തയ്ക്കും ഈശോയുടെ പ്രാർത്ഥനയ്ക്കും വേണ്ടി ദിവസവും ഞാൻ അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചേക്കാണ്. അതില്ലാതെ എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. അതെന്ന് വെച്ചാൽ അത് ചെല്ലിയാൽ പിന്നെ നമുക്ക് ആ ഡേ ഓക്കെയാണ്. സ്ഥിരമായിട്ട് അത് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. എൻ്റെ പേര് നീതു. ഞാൻ പാലായ്ക്കടുത്ത് കടപ്ലാമറ്റത്തു നിന്ന് വരുന്നു. ആദ്യമായിട്ട് തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഈ ഒരു അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് മാതാവ് ഒരുക്കിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു.
ഞാനാണെങ്കിൽ സൗദി അറേബ്യയിൽ 5 വർഷമായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് ഞാൻ OET കുറേ പ്രാവശ്യം എഴുതുകയും പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞാനിവിടെ 2022 ജൂൺ 29 ഇവിടെ വരികയും OET എക്സാമിന് വേണ്ടി ഉടമ്പടി എടുക്കുകയും മറ്റ് 6 നിയോഗങ്ങളുമായി ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ജൂലൈ 19 ജോസഫ് അച്ഛനെ വന്ന് കാണുകയും ഞാനിവിടെ അച്ഛനെ വന്ന് കാണാനുണ്ടായ സാഹചര്യം 6 പ്രാവശ്യം OET എഴുതി. അപ്പോൾ ഇനിയും എനിക്ക് മുന്നോട്ട് എഴുതാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ OET തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ ഞാൻ DHA എക്സാം എഴുതണോ? അച്ഛനോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ OET എക്സാം എഴുതുകയും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്കൊരു അയർലൻഡ് സ്കോർ നൽകുന്നതിന് വേണ്ടിയാണ്. അയർലൻഡ് സ്കോർ കിട്ടി, ഞാൻ ജയിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാനാണെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിംഗ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് കിട്ടുകയും ഒക്ടോബർ 9 ഡിസിഷൻ ലെറ്റർ കിട്ടുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് ഒരു തരത്തിലും ക്യാപ് അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു, ഒത്തിരി ഏജൻസികളെ സമീപിച്ചു. പക്ഷേ അവരെല്ലാം പറയുന്നത് ഓഗസ്റ്റ് എന്നാണ്. എൻ്റെ OET 2024 സെപ്റ്റംബർ 24 എക്സ്പയർ ആവുകയും ചെയ്യും. അതിന് മുന്നേ എനിക്ക് ഒരു സ്ഥലത്ത് എത്തുകയും ചെയ്യണം. അങ്ങനെ എനിക്ക് ക്യാപ് അഡ്മിഷൻ ഒന്നും കിട്ടിയില്ല. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ നിർബന്ധപ്രകാരം ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും തന്നെ അറിയാം, അയർലൻഡിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തോളം എടുക്കും. പക്ഷേ എൻ്റെ OET എക്സ്പയർ ആകാൻ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ മാതാവിൻ്റെ കൃപയാൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ നിർബന്ധപ്രകാരം ഞാൻ ഫെബ്രുവരി 21 ഉള്ള ദുബായി വെച്ച് സെൻറ്റ് വിൻസെൻ്റ് ഹോസ്പിറ്റലിലോട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ഞാൻ എൻ്റെ OETയുടെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ കാശുരൂപവും മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഞാൻ നെറ്റിയിൽ പുരട്ടിക്കൊണ്ടായിരുന്നു പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഐറിഷ് ലാംഗ്വേജ് മനസ്സിലാകുന്നതിന് വേണ്ടിയും എനിക്ക് മാതാവേ നീ വേണം എൻ്റെ മുൻപിലിരിക്കാനായിട്ട്, എനിക്ക് നീ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് അതേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എനിക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ചോദിക്കുകയും ഞാൻ ഇൻ്റർവ്യൂ സെലക്ട് ആവുകയും ചെയ്തു. പിന്നീട് ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ പുതുക്കിയപ്പോഴാണ് എനിക്ക് ഇത്രയും കിട്ടി. അതിനുശേഷം ഞാൻ 2ാമത് ഉടമ്പടി വന്ന് മാർച്ച് 14 പുതുക്കുകയും എനിക്ക് ഒരു ചെറിയ സമയങ്ങളിൽ എനിക്ക് ഉടമ്പടി പുതുക്കുന്നതിനോട് ഒരു മടി ഞാൻ കാണിച്ചായിരുന്നു. എനിക്ക് പുതുക്കുന്നതിനോട് അപ്പോൾ എൻ്റെ അമ്മയോട്, നീ എന്തായാലും ഉടമ്പടി പോയി പുതുക്കി നന്നായിട്ട് പ്രാർത്ഥിക്കുക, പഴയതുപോലെ നീ പ്രാർത്ഥിച്ചു തുടങ്ങുക, അപ്പോൾ നിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. പിന്നെ അങ്ങോട്ട് നടന്നതെല്ലാം ഭയങ്കര അത്ഭുതമായ സാക്ഷിയായിരുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ഈ പേപ്പറുകൾ കളക്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും അയർലൻഡിൻ്റെ. പക്ഷേ 1 മാസം പോലും ആകാതെ എനിക്ക് 11 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 5-6 ഹോസ്പിറ്റലിൽ നിന്നുള്ള എൻ്റെ എല്ലാ പേപ്പറുകളും തടസ്സം കൂടാതെ എനിക്ക് ലഭിക്കുകയും എനിക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടുകയും എനിക്ക് 1 ദിവസം കൊണ്ട് വർക്ക് വിസ കിട്ടുകയും എനിക്ക് മെയ് 29 എൻ്റെ കയ്യിൽ അങ്ങോട്ടേക്കുള്ള വിസ ലഭിക്കുകയും ഞാൻ ഈ വരുന്ന അടുത്ത തിങ്കളാഴ്ച ഞാനാണെങ്കിൽ അയർലൻഡിന് പോകുകയാണ്. വെറും 1.5 വർഷം കൊണ്ട് നടക്കേണ്ട കാര്യം വെറും 3 മാസം കൊണ്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ ഒറ്റ കൃപയാൽ എനിക്ക് ലഭിച്ചു. അതിനുശേഷം എൻ്റെ അടുത്ത നിയോഗം എന്നുള്ളത് എനിക്കൊരു ജീവിത പങ്കാളി ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളോട് കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ. ആദ്യത്തെ വിവാഹ ജീവിതം പരാജയപ്പെടുകയും 2ാമത് വിവാഹ ജീവിതത്തിലൂടെ കടക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തുടർച്ചയായുള്ള മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് പെട്ടെന്നൊരു വിവാഹ ജീവിതം US നിന്ന് വരികയും ഞാനിവിടെ വന്ന് ആ വ്യക്തി പെട്ടെന്ന് നാട്ടിൽ ലീവിന് വരികയും അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ വന്ന് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ഉടമ്പടി എടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്ന വിശുദ്ധീകരണം അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു. എനിക്ക് നല്ലൊരു ജീവിത പങ്കാളി തന്നെ വിശുദ്ധീകരണത്തോടുകൂടി എനിക്ക് ദൈവം നൽകി. അപ്പം ഈ കല്യാണത്തിന് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വരികയും അച്ഛനെ കാണുകയും ചെയ്തു. ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അച്ഛനോട് നിർദ്ദേശം ചോദിച്ചു. അച്ഛൻ ഇതുമായിട്ട് മുന്നോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ മംഗളപരമായിട്ട് എൻ്റെ കല്യാണം നടന്നു. പിന്നീട് എനിക്കുണ്ടായിരുന്ന നിയോഗമെന്ന് പറയുന്നത്, എനിക്ക് ഇപ്പോൾ 32 വയസ്സായി. എനിക്ക് എൻ്റെ 20 വർഷമായിട്ട് എനിക്കുള്ളതാണ് പീരിയഡ്സ് ആകുമ്പോൾ ഉള്ള സ്റ്റൊമക്ക് പെയിൻ. അതെനിക്ക് മാറത്തില്ല. ഒരുപാട് ആശുപത്രികളിലൊക്കെ ഞാൻ പോയി കാണിച്ചപ്പോൾ എനിക്ക് യൂട്രസിനോ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ജോലി ചെയ്യുന്ന സമയത്താണല്ലോ ഡൈക്ലോഫിനാക്ക് ഇഞ്ചക്ഷൻ ഇബുപ്രോഫൻ ഒക്കെ എടുത്താലും എനിക്ക് കുറയത്തുണ്ടായിരുന്നില്ല. മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് തേൻ കഴിക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മാതാവിന് പ്രാർത്ഥിക്കണം, മാതാവേ ഇതെന്താ ഇങ്ങനെ മാറാൻ നിൽക്കുന്നത്, ഇത് മാറുവാണെങ്കിൽ ഉറപ്പായിട്ടും വന്നൊരു സാക്ഷ്യം പറയുമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 2 മാസമായിട്ട് ആ വേദന കംപ്ലീറ്റ് മാറി. 2 മാസമായിട്ട് ഞാൻ ഒരു മരുന്നും കഴിക്കാറില്ല. ഇപ്പം എനിക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. പിന്നീട് വന്നൊരു സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ 2ാമത്തെ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻ്റെ പപ്പായ്ക്ക് 2023 മാർച്ചിൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുകയും പപ്പയുടെ ഹാർട്ട് ബീറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്ന പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ പപ്പായ്ക്ക് പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ കുറേ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പപ്പയുടെ ചങ്കിൽ ഞങ്ങൾ തൈലം മാതാവിൻ്റെ എണ്ണ പുരട്ടി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് പപ്പായ്ക്ക് പേസ് മേക്കർ വെക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി.
പിന്നീട് എൻ്റെ അമ്മച്ചിക്കാണെങ്കിൽ ഒരിടയ്ക്ക് എൻ്റെ അമ്മയുടെ ചെവിയിൽ ഒരു ചെറിയ പരു ഉണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അമ്മ അങ്ങനെ പരുവും ഇങ്ങനെ മാതാവിൻ്റെ എണ്ണ പുരട്ടുകയും അത് പിന്നീട് പെട്ടെന്ന് തന്നെ ചുരുങ്ങി പോവുകയും ചെയ്തു. പിന്നീട് ഉണ്ടായത്, ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ ബ്രദറും അവൻ്റെ വൈഫും അവരുടെ പപ്പായും മമ്മിയും സഞ്ചരിച്ചിട്ട് കാറ് മറിയുകയും ഇവർക്ക് വണ്ടിയിലുണ്ടായിരുന്ന ഇവർക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഇവർ അത്ഭുതമായി രക്ഷപ്പെടുകയും ചെയ്തു. മാതാവിൻ്റെ ഒരു രൂപമാണെങ്കിൽ കാറിനകത്തുണ്ടായിരുന്നു. പിന്നീട് എനിക്കുണ്ടായ ഓരോ കാര്യങ്ങൾക്കും എനിക്ക് മാതാവിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ ഒരു സാക്ഷ്യം കൂടിയുണ്ട്. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് എല്ലാവർക്കും അറിയാം നമുക്ക് ഒരുപാട് ലഗേജ് കാണും. അപ്പം ഞാനാണെങ്കിൽ കാർഗോയായിട്ട് ഒരു ഷിപ്പ് കാർഗോ വിട്ടായിരുന്നു. ശരിക്കും 60 ദിവസം കൊണ്ട് വരേണ്ടത് എനിക്കാണെങ്കിൽ ഒക്ടോബർ 10 വിട്ടിട്ട് ഒരു ഏപ്രിൽ വരെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, നഷ്ടപ്പെട്ടു പോയ കാർഗോ, എൻ്റെ അയർലൻഡിലോട്ട് പോകാനുള്ള കുറേ സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് എന്തുണ്ട്, മാതാവേ എനിക്കത് തിരിച്ചു തരണം. അത് തിരിച്ചു കിട്ടുവാണെങ്കിൽ അതിനകത്തുള്ള ആ കാർഗോയിൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് അടുക്ക ഞാൻ സാക്ഷ്യപ്പെടുത്തുള്ളൂ എന്ന് വരെ ഞാൻ മാതാവിനോട് പറഞ്ഞു. അതായത് കാർഗോ കൊണ്ടുപോയ ആൾക്കാർ അവർ കാശുമായിട്ട് മുങ്ങി. ഒരു തരത്തിലും കിട്ടാൻ പറ്റാതിരുന്ന എൻ്റെ കാർഗോ ഒരു സാധനം പോലും നഷ്ടപ്പെടാതെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തിരിച്ചു തന്നു. എനിക്ക് ചോദിക്കുന്നത് എന്തും തരികയും എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ വഴി നടത്തുകയും ചെയ്യുന്ന എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി ഞാൻ പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ സൗദി അറേബ്യ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കുകയും കൂടെയുള്ളവർക്ക് വയ്യാതാവുകയും ചെയ്ത ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ അവരെ സഹായിക്കുകയും മരുന്ന് കൊടുക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. നാട്ടിൽ വന്ന് മാതാവിൻ്റെ കൃപാസനത്തിൽ കിട്ടുന്ന പാത്രം ഞാനാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ കടകളിലും അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയാൽ ഞാൻ അവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം കൊടുത്ത് അവർ വായിക്ക് വയ്ക്കുന്നത് കൺഫേം ആക്കുകയും ഞാൻ അവരുടെ അടുക്കൽ മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ അനാഥാലയങ്ങൾ അവിടെ ഉള്ളതുങ്ങളെല്ലാം ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴും അവർക്കൊരു പങ്ക് കൊടുക്കും. അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുകയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്ന് ഉറപ്പായിട്ടും നിങ്ങൾ ഉടമ്പടി എടുത്ത് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. നമുക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വേദനകൾ പിന്നീട് നമ്മുടെ മാതാവ് നമുക്ക് ഒരുക്കുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. യെശയ്യാ 43:2 സമുദ്രത്തിലൂടെ നടന്നാലും അത് നിന്നെ മുക്കിക്കളയുകയില്ല, നദിയിലൂടെ നടന്നാലും അത് നിനക്ക് യാതൊരു സമുദ്രത്തിലൂടെ നടന്നാലും നിന്നോടുകൂടി ഉണ്ടായിരിക്കുമെന്നും നദിയിലൂടെ നടന്നാലും അത് മുക്കിക്കളയുകയില്ല. അതുപോലെ തന്നെ അഗ്നിയിലൂടെ നടന്നാൽ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, നിനക്ക് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും ഉണ്ടാവുകയില്ല എന്നൊക്കെ തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. നാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരില്ല എന്നല്ല, ഇതൊക്കെ വന്നാലും ഇതൊന്നും നമ്മെ യേശുകയില്ല, നമുക്ക് യാതൊരു പോറൽ പോലും ഏൽക്കുകയില്ല. അതാണ് തിരുവചനം അരുളി ചെയ്യുന്നത്. ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ OETയുടെ കാര്യവും തൻ്റെ വിവാഹ ജീവിതവും ഇതിനൊക്കെ ഒത്തിരിയേറെ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കാണുന്നു. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പിന്നീടെല്ലാം അച്ഛൻ്റെ ബ്ലെസ്സിങ് ലഭിച്ച് എല്ലാം അമ്മ മാതാവ് വേണ്ട രീതിയിൽ മാധ്യസ്ഥം വഹിച്ച് ഈശോ എല്ലാം ക്രമപ്പെടുത്തി ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് സ്വപ്നം കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് താൻ വിചാരിച്ചിരുന്ന വിദേശത്തേക്കുള്ള ജോലി അതിന്ന് എത്രയും ചാരിതാർത്ഥ്യത്തോടെ ഈ മകൾ ഇവിടെ വന്ന് പറയുകയാണ് തനിക്കിന്ന് അതിന് സാധിച്ചു. താൻ അതിനുള്ള എല്ലാ രേഖകളും എല്ലാം റെഡിയായി നിൽക്കുകയാണ്. പ്രോസസ്സിംഗ് ഒക്കെ പിന്നീട് എങ്ങനെയാണ്, അതായത് ഉടമ്പടി ജീവിതത്തിൽ പിന്നീടൊന്ന് ഉഴപ്പി പുതുക്കുന്നതിനൊക്കെ അല്പം മടി തോന്നി. പിന്നീട് അങ്ങോട്ട് പുതുക്കിയതിന് ശേഷം അതൊക്കെ ഒരു തീപ്പൊരി പോലെ പിന്നീട് നമുക്ക് തോന്നുമെന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ വ്യക്തമാകുന്നത്. അങ്ങനെ ജീവിതത്തിൽ നമ്മെ കൈപിടിച്ച് നടത്തുന്ന തമ്പുരാൻ്റെ സാന്നിധ്യം അതെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. സമുദ്രത്തിലാണ് നാം നടക്കുന്നതെങ്കിലും നമ്മോടുകൂടെ കർത്താവുണ്ട്. നാം കർത്താവിനോടൊപ്പമാണ് സമുദ്രത്തിലൂടെ നടക്കുന്നതെന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അതിനാണ് ഉടമ്പടി ജീവിതം നമ്മെ പ്രാപ്തരാക്കേണ്ടത്. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ദൈവമാതാവിനും 1000 നന്ദി. എൻ്റെ ഒരു ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ഞാനാണ്. എൻ്റെ വൈഫിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ വൈഫ് UK വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി ആയപ്പോൾ പുള്ളിക്കാരത്തേക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ശ്വാസം മുട്ടൽ, ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കൂടുന്നു, 130 140 അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മുന്നോട്ട് പോകാൻ വയ്യാത്ത കാരണം പുള്ളിക്കാരത്തി 10 ദിവസം സിക്ക് എടുത്തിട്ട് തിരിച്ചിവിടെ വരികയുണ്ടായി.
ഞങ്ങൾ കുറച്ച് ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കാണിച്ചു തന്നിട്ടും ഇതെന്താ സംഭവം എന്നുള്ളതൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കൃപാസനത്തിലെ ഉടമ്പടി എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതും. അപ്പം ഉടമ്പടി എടുത്ത് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചതും അങ്ങനെ ഒരു ഫിസിഷ്യനെ കാണുകയും ഫിസിഷ്യൻ വഴി ഒരു ന്യൂറോയെ കാണാൻ പറഞ്ഞു. അങ്ങനെ ന്യൂറോയെ കണ്ടപ്പോഴാണ് മൈസ്റ്റീനിയ എന്ന് പറഞ്ഞ ഒരു അസുഖത്തിൻ്റെ തുടക്കമാണെന്ന് പറയുന്നത്. എൻ്റെ പേര് മീനു. ഞാൻ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തോടെ എനിക്ക് ഒട്ടും തീരെ വയ്യാതെ വരികയും നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് എൻ്റെ ശരീരം പോവുകയും ചെയ്തു. എൻ്റെ ഹാർട്ട് റേറ്റ് ഒക്കെ എപ്പോഴും വളരെ കൂടുതൽ 140, 150 ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഞാനിവിടെ UK നിന്ന് ഫെബ്രുവരി അവസാനം വന്നിറങ്ങിയത് വീൽ ചെയറിലായിരുന്നു. എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു മാസത്തോളം ഇതേതാ രോഗമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ നടന്നു. പക്ഷേ ആർക്കും ഒന്നും, പല ഡോക്ടർമാരുടെ അടുത്ത് പോയി, ആർക്കും ഒന്നും കിട്ടിയില്ല. അങ്ങനെ ആ സമയത്ത് ഞങ്ങളൊരു ന്യൂറോയെ പോയി കണ്ടു. അതിനു മുന്നേ ഞാൻ ഈ കിടന്നുകൊണ്ട് യൂട്യൂബിനകത്ത് കൃപാസനത്തിലെ എല്ലാം കാണുമായിരുന്നു, അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു, സാക്ഷ്യങ്ങളൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് തീരുമാനമെടുത്തു, നമുക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. ഈ രോഗം ഭേദമാവുകയാണെങ്കിൽ, ഇതെന്താണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്നിട്ട് ഉടമ്പടി എടുക്കാമെന്നും ഞങ്ങൾ തീരുമാനിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരു ന്യൂറോയെ കാണാനിടയായി. അപ്പം ന്യൂറോ വഴി ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ACHR എന്ന് പറഞ്ഞൊരു ഹോർമോൺ പോസിറ്റീവ് ആണെന്നും അത് മൈസ്തീനിയ ഗ്രേവിസ് ആണ് ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ ഒരു നേഴ്സായി എനിക്കറിയാം മൈസ്തീനിയ ഗ്രേവിസ് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണെന്ന്. അപ്പം അത് ഞാൻ ഒത്തിരി മാനസികമായിട്ട് വേദനിച്ചു. പലപ്പോഴും രാത്രിയിൽ സ്റ്റീറോയിഡൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ആ സമയത്ത്. അപ്പോൾ രാത്രിയിലൊക്കെ കിടന്നുറങ്ങുമ്പം പലപ്പോഴും എൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരികയും രാവിലെ നേരം വെളുപ്പിക്കുമോ എന്ന് പോലും സംശയിച്ച ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് ഉടമ്പടി എടുക്കാം, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം, ഈ രോഗം ഭേദമാവണം, പിന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ടായി, വേറൊരു ന്യൂറോ ഡോക്ടറെ പോയെന്ന് കണ്ടാലോ. ഇതിപ്പം ഒരു മാസമായിട്ട് ഞാൻ സ്റ്റിറോയിഡ് തുടങ്ങിയിട്ട് എനിക്ക് യാതൊരുവിധ മാറ്റവും വരുന്നില്ല. എൻ്റെ ശരീരം ഒന്നുകൂടെ വഷളാവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എണീറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായി. അപ്പോൾ ഞങ്ങൾ വേറൊരു ന്യൂറോ ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ന്യൂറോ ഡോക്ടറെ വേറൊരാളെ പോയി കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, പരിശോധിച്ചു, നല്ല രീതിയിൽ പരിശോധിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു, ACHR പോസിറ്റീവ് ആണെങ്കിലും നിൻ്റെ ശരീരത്തിൽ ഇപ്പം മൈസ്തീനിയയുടെ യാതൊരുവിധ ലക്ഷണങ്ങളും കാണുന്നില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അതെൻ്റെ ഉടമ്പടി എടുത്തില്ല ഞങ്ങൾ ആ സമയത്ത്. ഏപ്രിൽ 6-ാം തീയതിയാണ് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ച നിമിഷം തന്നെ മാതാവ് ഒരു മാറ്റം എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു തന്നു. അതിന് മാതാവിന് 1000 നന്ദി. ഞങ്ങൾ ഉടമ്പടി അതിനുശേഷം ഇതുവരെ എനിക്ക് യാതൊരുവിധ പ്രോബ്ലം എൻ്റെ ശരീരത്തിലില്ല. പക്ഷേ എൻ്റെ ബ്ലഡ് റിസൾട്ട് ഇപ്പോഴും പോസിറ്റീവാണ്. പക്ഷേ എനിക്കിപ്പം ഒരു കുഴപ്പവുമില്ല. ഞാൻ പൂർണ്ണ സൗഖ്യം എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു. പിന്നെ ഈ ഉടമ്പടി വഴി എൻ്റെ ഹസ്ബൻഡിന് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത എൻ്റെ ഹസ്ബൻഡായിരുന്നു. പുള്ളിക്കാരൻ നന്നായിട്ട് സിഗരറ്റൊക്കെ വലിക്കുമായിരുന്നു. ഇപ്പം അതെല്ലാം പൂർണ്ണമായും നിന്നു. പിന്നെ ശരിയായ ഒരു പ്രാർത്ഥന ജീവിതമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പം നല്ല രീതിയിൽ രാവിലെ എണീറ്റാൽ അരമണിക്കൂർ ബൈബിൾ വായിച്ചിട്ടേ മറ്റുള്ള കാര്യങ്ങൾക്ക് കിടക്കത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഈ ഉടമ്പടി വഴി ഞങ്ങൾക്ക് ലഭിച്ചു. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക. ജോഷുവയുടെ പുസ്തകം 1:6 തിരുവചനമാണ്. ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തങ്ങളാവുകയാണ്. രോഗസൗഖ്യത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. രോഗം എന്താണെന്ന് നിർണ്ണയിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ അവർ ഉടമ്പടി എടുക്കാമെന്ന് ചിന്തിക്കുന്നേ ഉള്ളൂ, ആ തീരുമാനത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. അവിടെ പരിശുദ്ധ അമ്മ പ്രവർത്തിച്ചു എന്ന് നാം കേട്ടു. പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ രോഗം കണ്ടുപിടിക്കുവാനും, ഇന്നും ബ്ലഡ് റിസൾട്ട് പോസിറ്റീവാണ്, പക്ഷേ രോഗത്തിൻ്റേതായ ഒരു ലക്ഷണങ്ങളും ഈ മകൾക്കില്ല. പരിപൂർണ ആരോഗ്യമുണ്ട്, ഹാർട്ട് ബീറ്റൊക്കെ നോർമൽ. അതുപോലെ അതുമൂലമുണ്ടാകുന്ന തളർച്ച, ക്ഷീണം ഇങ്ങനെയുള്ളതൊന്നുമില്ല. വളരെ ആക്റ്റീവായിട്ട് ഈ മകൾക്ക്, അതായത് നേഴ്സിംഗ് മേഖലയിലുള്ളതാകുമ്പോൾ എന്താണ് തൻ്റെ അസുഖമെന്നും തന്നെ അത് എത്രമാത്രം ബാധിക്കും, തൻ്റെ ആന്തരിക അവയവങ്ങൾ ഇതൊക്കെ എത്രമാത്രം ബാധിക്കുമെന്നൊക്കെ ഈ മകൾക്കറിയാം. എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ പരിപൂർണമായിട്ട് മാറി എന്നാണ് നാം കേട്ടത്.
തൻ്റെ ഹസ്ബൻഡിന് വന്ന മാറ്റങ്ങൾ, കുടുംബ സമാധാനം, പ്രാർത്ഥനയിലുള്ള ഒരു സ്ഥിരത, ഈ സ്ഥിരതയാണ് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. നാം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ജീവിതമാണ് ഉടമ്പടിക്ക് മുമ്പ് നമുക്കുള്ളതെങ്കിൽ പിന്നീട് നമുക്ക് സ്ഥായിയായ സ്ഥിരമായ ഒരു ചൈതന്യം നമ്മളിൽ വന്ന് നിറയും. നമുക്കത് പിന്നെ മാറില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന്, അത് നമുക്ക് കൂട്ടായി എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണ് തിരുവചനം പറയുക, ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ആ വാക്കുകൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന കൃപാസന അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാൻ നമുക്കും കഴിയട്ടെ. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അമ്മ മാതാവിനും ദേവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഡോൺ ബോസ്കോ ജിജി. ഞാൻ ഇടുക്കി രൂപതയിൽ നിന്നും വരുന്നു. എനിക്കിവിടെ എന്താ പറയേണ്ടതെന്ന് കറക്റ്റായിട്ട് ഒന്നും അറിയത്തില്ല. ഞാൻ 2020 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഈ തവണയും കൂടെ കൂടി 4ാമത്തെ ഉടമ്പടി പുതുക്കാനാണ് ഞാൻ വന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ 4 ഉടമ്പടിയിലും ആദ്യത്തെ ഉടമ്പടി നല്ലപോലെ ചെയ്തെങ്കിലും ബാക്കിയുള്ള ഉടമ്പടിയെല്ലാം ഞാൻ ഉഴപ്പുമായിരുന്നു. അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴും എല്ലാം വിഷമം വരുമെങ്കിലും വേറെ ഒന്നും ചെയ്യുന്നില്ല. രാവിലെ ചില ദിവസങ്ങളിൽ ഏൽക്കാൻ പറ്റുകയില്ല. പിന്നെയും ഞാൻ ഒരു ദിവസം കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും, പിന്നെയും മുടങ്ങിപ്പോവും. ആദ്യമൊന്നും എനിക്ക് നിയോഗങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി നിയോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പുറം രാജ്യത്തോട്ട് പഠിക്കാൻ പോകണമെന്നായിരുന്നു ആഗ്രഹം 2020 വരുന്ന സമയത്ത്. അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു. ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെയാണ് ഞാൻ അതിനുശേഷം ആദ്യമായിട്ട് ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു 2 മാസം കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അപ്പം ഞാൻ 1ാമത്തെ നിയോഗമായിട്ട് എൻ്റെ ചേച്ചിക്ക് വേണ്ടി വെച്ചു. ചേച്ചിക്ക് PCOD കാരണം 2 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവരതിൻ്റെ അകത്ത് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. അവരും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 1ാമത്തെ നിയോഗമായിട്ട് എൻ്റെ ചേച്ചിക്ക് വേണ്ടി വെച്ചു. ആ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ ചേച്ചി ക്യാരിയിങ് എന്ന് പറഞ്ഞ് എന്നോട് ചേച്ചി വിളിച്ചു പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം വന്നു. കാരണം ഞാൻ അതിൻ്റെ അകത്തും ഉടമ്പടി തെറ്റിക്കുന്നുണ്ട്, ചെയ്യുന്നില്ല. ചില ദിവസം രാവിലെ ഏൽക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഒരു 6 മണി കഴിഞ്ഞ് ചെയ്യാമെന്ന് ഓർക്കും, പക്ഷേ ചെയ്യും, പിന്നെ മുടങ്ങിപ്പോവും. അങ്ങനെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി. ഇപ്പം ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയിട്ട് വെറും 8 മാസം ആകുന്നേ ഉള്ളൂ. ഞാൻ സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട്, സെപ്റ്റംബർ 4 ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകുന്നത്. ആ സമയത്ത് പോയി ഇപ്പം കൃത്യം 8 മാസമാകുന്നു. എനിക്കറിയത്തില്ല, ഞാൻ A1 പഠിച്ചു, A2 പഠിച്ചു, B1 പഠിച്ചു. എല്ലാവരും സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. B2 എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് നമുക്ക് ഒരു ബാലികേറാൻ മല തന്നെയാണ്. എനിക്കറിയത്തില്ല അതെങ്ങനെ പാസ്സാകുന്ന പോലും അറിയത്തില്ല. ഞാൻ ശരിക്കും സംസാരിക്കുന്ന ഒരാളല്ല. എല്ലാം ചെയ്തു. പക്ഷേ എനിക്ക് എങ്ങനെയോ ഒരു തോന്നൽ തോന്നി, എനിക്കിനി എക്സാം എഴുതിയേക്കാമെന്ന്. ഞാൻ B1 മാത്രമേ പഠിച്ചിട്ടുള്ളൂ. B2 ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഭരണങ്ങാനം അസീസിലാണ് പഠിച്ചത് B1 വരെ. പക്ഷേ ബാക്കി ഞാൻ പഠിച്ചില്ല. അതിൻ്റെ കൂട്ടുകാർ വഴി ജസ്റ്റ് കുറച്ച് ക്ലാസ് കൂടി ഇങ്ങനെയൊക്കെ ആയി. കുറച്ച് ക്ലാസ്സൊക്കെ ആയിട്ട് ഞാൻ B2 ഇങ്ങനെ എഴുതാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് ഒരു ഹൈദരാബാദ് എക്സാമിന് ഡേറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞ് ഒരു ചേച്ചി വരുന്നത്. ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ 25,000 രൂപ കൊടുത്ത് ഡേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പം എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഹൈദരാബാദ് തന്നെയാണ് താമസം. അപ്പം ഞാൻ നേരത്തെ അങ്ങോട്ട് പോയി, ക്ലാസ്സൊന്നും കൂടുന്നില്ല, ഞാൻ നേരത്തെ ഹൈദരാബാദിലോട്ട് പോയി. എക്സാം എഴുതുന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്കും ചെല്ലാലോ എന്ന് ഓർത്ത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, കൺഫർമേഷനാണ്, നീ പൊക്കോ, ഒരു കുഴപ്പമില്ല. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, എടാ ആ ഡേറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. കാരണം എക്സാം എഴുതാൻ വേണ്ടി കുത്തിയിരുന്ന് പഠിക്കുന്നു, B2 അറിയത്തില്ല, എന്നാലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോവുക. അവിടെ ചെന്നു എക്സാം എഴുതാൻ ചെല്ലുന്ന സമയമായപ്പോഴത്തേക്കും എക്സാമിന് ഡേറ്റ് ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്നാൽ എനിക്ക് ആ പൈസ റീഫണ്ട് ചെയ്ത് തന്നേരെ, ഞാൻ വേറെ എവിടെയും നോക്കിക്കോളാം. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇപ്പം തന്നെ ചെയ്തേക്കാൻ 2 ദിവസം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് ഹൈദരാബാദിൽ നിന്ന് വേറൊരു മെയിൽ അയക്കേണ്ട ഒരു ഓപ്ഷൻ വന്നു, ഡേറ്റ് എടുക്കണ്ടേ. അപ്പം ഞാൻ അപ്പം തന്നെ ചേച്ചിയോട് ചോദിച്ചു, തരാമെന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു, മോനെ തരാൻ 2 ദിവസം എൻ്റെ കൊച്ച ആശുപത്രിയിലാണ്, അപ്പം അവന് ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് എന്തോ പോലെ ഞാൻ പറഞ്ഞു, ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് മതി, ഞാൻ വേറെ എവിടെയെങ്കിലും ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ ഡേറ്റ് പോയി. അതിനുശേഷം ഹൈദരാബാദിലെ ഡേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. അത് അടുത്ത മാസത്തേക്കാണ് അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ നമ്മൾ പിന്നെയും അടച്ചു. പൈസ അടച്ചു കഴിഞ്ഞപ്പോൾ അത് സെൻഡായി. പക്ഷേ ഒരു കാരണവശാലും അത് അവിടെ ചെന്നതായിട്ട് അവർ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്കിവിടെ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ ദിവസവും ഹൈദരാബാദിലെ എക്സാം സെൻറ്ററിലോട്ട് വിളിയായി. അവസാനം വിളിച്ച് എൻ്റെ പേര് അവർക്ക് കാണാതെ അറിയാം. ഡോൺ ബോസ്കോ എന്ന് പറയുന്നത്, സാർ ഇപ്പം തന്നെ ശരിയാക്കി വിട്ടേക്കാം, അങ്ങനെയാണ് പറയുന്നത്. ലാസ്റ്റ് ഇത് നടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നിട്ട് ആ ചേച്ചിനെ വിളിക്കാൻ തുടങ്ങി. ചേച്ചിയെ പൈസ എന്നതാ, ഞാൻ വീട്ടിൽ പറയാതെയാണ് ഹൈദരാബാദിലെ വേറെ പൈസ കൊടുത്തത്. ചേച്ചിയോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ആ ചേച്ചിനെ വിളിക്കുമ്പോൾ ചേച്ചി ഇപ്പം തരാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ചേച്ചി ഫോൺ എടുക്കുന്നില്ല. ഞാനൊരു ദിവസം ഒരു 100 വിളി വിളിക്കും, എടുക്കുകയില്ല.
മെസ്സേജ് അയക്കും. ഞാൻ അവസാനം പറഞ്ഞു, ചേച്ചി എൻ്റെ മര്യാദയ്ക്ക് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഒന്ന് താ. അവസാനം ഞാൻ കെഞ്ചി പോലെ പറഞ്ഞു, എന്നിട്ട് നടക്കുന്നില്ല. അപ്പം ഒരു കാര്യവും നടക്കുന്നില്ല. ഹൈദരാബാദിൽ കൊടുത്തതും നടക്കുന്നില്ല, ഈ ചേച്ചിയുടെ കൊടുത്ത പൈസയും തിരിച്ച് കിട്ടുന്നില്ല. എനിക്കൊന്നും അറിയത്തില്ല എന്ന് ചെയ്യണം. ഞാൻ ഉടമ്പടി തെറ്റിക്കുന്നതും ഇടയ്ക്കുണ്ട്. അപ്പം എനിക്ക് തോന്നി ഞാനിതെല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്കുള്ള ഒരു ശിക്ഷയായിട്ടായിരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഒരു ഓപ്ഷനും ഇല്ല. ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയപ്പോഴും ഉടമ്പടി പത്രമുണ്ട്, ഞാൻ ട്രെയിനിൽ വെച്ചൊക്കെ ചെല്ലുന്നുണ്ട്, പക്ഷേ വേറൊന്നും ചെയ്യുന്നില്ല, ഇടയ്ക്ക് മുടങ്ങി പോകുന്നുണ്ട്. ഞാനവിടെ ചെന്നു. ഞാൻ വൈകുന്നേരമായിരുന്നു, ചേച്ചിയൊക്കെ പുറത്ത് പോയിക്കോ. ഞാൻ പെട്ടെന്ന് വാതിലടച്ചു. ഞാൻ അതുപോലെ കരഞ്ഞൊരു ദിവസം എൻ്റെ മുമ്പിലില്ല. എനിക്ക് അത്രയും ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. ഞാൻ മാതാവിന് മുമ്പിൽ മുട്ടുകുത്തിയെന്ന് അലറി കരഞ്ഞെന്ന് പറയാം, ആരും കേൾക്കാതെ. വായി പൊത്തിയാണ് ഞാൻ കരഞ്ഞത്. ഞാൻ പറഞ്ഞു, മാതാവി എനിക്കത് വേണം, ഒത്തിരി പൈസയൊന്നും എൻ്റെ കയ്യിൽ ഇല്ല, ഞാനിത് എവിടുന്ന് ഇനി വീട്ടുകാരോട് പറയുമെന്ന് അറിയത്തില്ലാതെ ഞാൻ നിൽക്കുക. ആ സമയത്ത് എനിക്ക് മാതാവ് തരുമെന്ന് എനിക്ക് അറിയാമെന്ന് ഉറപ്പ് ഞാൻ എണ്ണയും കാശ് രൂപം കയ്യിലുണ്ട്. 4 വർഷമായിട്ട് എൻ്റെ കഴുത്തിലൊരു കൊന്തയുണ്ട്. അതേ അമ്മ മാതാവിൻ്റെ ആ കാശ് രൂപം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതുവരെ അത് ഊരാനൊരു ഇടം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ച് കരഞ്ഞ് അളിയൻ്റെ ബൈക്കും എടുത്ത് ഞാൻ പുറത്തോട്ട് പോയി. ജസ്റ്റ് ഒരു കടയിൽ ചെന്ന് സാധനം മേടിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുക. അപ്പോൾ അവർ ചോദിച്ചു, എന്നാ മലയാളികൾ അവിടെയുള്ള റെസ്റ്റോറൻറ്റുകാർ എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊടി പോയതാണെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫോൺ എടുക്കുമോ. അത്രയും ദിവസം എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ചേച്ചി, ഫോൺ എടുക്കാത്ത ചേച്ചി, മെസ്സേജ് അയച്ചിട്ട് എടുക്കാത്ത ചേച്ചി, വേറൊരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ആ പൈസ മൊത്തം ഫണ്ട് ചെയ്തേക്കുക. അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് കരച്ചിൽ. ഞാൻ അപ്പം തന്നെ എൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞു, കിട്ടി, ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ഇതൊന്നും എൻ്റെ കഴിവല്ല, ഉടമ്പടി തെറ്റിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം കിട്ടുമ്പോഴത്തേക്കും ഞാൻ കരഞ്ഞു പോകും. മാതാവിനോട് ഒത്തിരി ഇഷ്ടമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷേ ഉടമ്പടി തെറ്റുന്നത് മാത്രം ഞാനത് തെറ്റായിട്ട് കാണുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്ക് ഒത്തിരി ഹാപ്പിയായി, ദൈവമേ കിട്ടുക. അപ്പോഴത്തേക്കും ഹൈദരാബാദിൻ്റെ ഡേറ്റിൻ്റെ കേസായി. അവിടെ അവർ കിട്ടുമല്ലെന്ന് പറയുന്ന രീതിയിലായി ലാസ്റ്റ്. അപ്പോഴത്തേക്കും ഞാൻ കൊച്ചി ട്രിവാൻഡ്രം ഗൊയ്ത്തയിൽ മെയിൽ അയച്ചു, ഒരു എക്സാം ഡേറ്റ് കിട്ടണേ, എനിക്ക് എങ്ങനെയും ഒന്ന് എക്സാം എഴുതണം. അപ്പം കൊച്ചി ട്രിവാൻഡ്രം മെയിൽ അയച്ച് എക്സാമിൻ്റെ ഡേറ്റ് വരുമ്പോൾ ഞാൻ ആദ്യം മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇവർ പറഞ്ഞിരുന്നത്, ഹൈദരാബാദ് പറഞ്ഞിരുന്നത് മെയ് ലാസ്റ്റാണ് എക്സാം എന്നാണ്. അപ്പം കൊച്ചി ട്രിവാൻഡ്രത്തിൻ്റെ വരുന്നത് മെയ് 1. അപ്പം ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു ഡേറ്റ് തരുവാണെങ്കിൽ മെയ് 1 തരണം, മെയിൽ അയച്ച് കിട്ടുന്നത്. ഹൈദരാബാദ് കിട്ടുന്നത് ലാസ്റ്റാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. കുറേ ദിവസമായിട്ട് മെയിൽ അയച്ചു, ഒന്നും വരുന്നില്ല, ഇവരുടെ കൺഫർമേഷൻ വരുന്നില്ല. ഞാനൊരു ദിവസം രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം വേണ്ടി ആ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ 5:30 ഏറ്റു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആരുമില്ല, ചേച്ചിയെല്ലാം അവരെല്ലാം ഉറക്കമാണ്. ഞാനാണെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിന്ന് കൺഫർമേഷൻ മെയിൽ വരണം, അല്ലാതെ എന്നെക്കൊണ്ട് പറ്റുകയില്ല, ഞാൻ എന്തോരം നാളായിട്ട് നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പഠിക്കാനുണ്ടായിരുന്നു ഒത്തിരി സങ്കടവും കരച്ചിലും, കാരണം ഞാൻ കയറി പിന്നെയും കിടന്നൊന്നും ഉറങ്ങി. രാവിലെ ഒരു 11 മണിയായപ്പോൾ ഏറ്റ് ചുമ്മാ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഹൈദരാബാദിൽ നിന്ന് മെയിൽ വന്നേക്കുക, നിങ്ങൾക്ക് കൺഫർമേഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും കരച്ചിൽ വരാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ ഏറ്റു, ഇനിയും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പോവാം. നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് മാത്രം തന്നെ ഇങ്ങനെയൊന്നും വരാത്ത ഞാൻ ഒത്തിരി ആലോചിക്കും. അപ്പോൾ ഞാനത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഏറ്റു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസാണ്, മാതാവ് എനിക്ക് തരാൻ തുടങ്ങി, ഇനി എൻ്റെ കയ്യിലെല്ലാം എന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഏറ്റു. മാതാവ് തരുന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, എനിക്ക് കൊച്ചിയിലും ഡേറ്റ് വേണം, ആ ഡേറ്റ് നാളെ തന്നെ വരുവാൻ വേണം, വരുന്നത് ആദ്യത്തെ ആഴ്ച തന്നെ കിട്ടണം എന്ന് പറഞ്ഞു. അത് കൊച്ചിയിൽ തന്നെ കിട്ടണം എന്ന് പറഞ്ഞു. ഇത് ഡേറ്റ് വരുന്നത് ഒന്നെങ്കിൽ കൊച്ചിയിലായിരിക്കും, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തായിരിക്കും. ഒന്നെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച, അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ അടച്ച പൈസ എല്ലാം പോവുകയും ചെയ്യും. ഹൈദരാബാദിലെ എക്സാം മാത്രം എഴുതാനും പറ്റുള്ളൂ. അത്ര നേരം ഹൈദരാബാദ് ഉണ്ടെന്ന് ഓർത്ത് തന്നെ നമ്മൾ ഇരിക്കുക, കൺഫർമേഷൻ വന്നിരിക്കുക. അപ്പം രാവിലെ ഏറ്റു പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് പഠിച്ച് ഒരു 9 മണിയായപ്പോൾ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെയിൽ വന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ കൊച്ചിയിലെ മെയിൽ എനിക്ക് വന്നു, കൺഫർമേഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതും 3, 4 എന്ന ദിവസങ്ങളിൽ ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നു. അങ്ങനെ അതെല്ലാം ഓക്കെ ആയി ഒരു രീതി ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോഴാണ് ഇതുവരെ എൻ്റെ വീട്ടുകാർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം, ഞാൻ കൂട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ജർമ്മനിയിൽ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തു തരാൻ അവൻ നോക്കിയായിരുന്നു. അപ്പം ആദ്യം ഞങ്ങൾ മെയിലൊക്കെ അയച്ചു. പുള്ളി പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. കുറേ ദിവസമായിട്ട് ഞാൻ അവനോട് ഇടയ്ക്ക് കേടാ, എന്നാടാ പുള്ളി ഒന്നും റിപ്ലൈ തരാത്തേ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്കൊരു റിപ്ലൈ തരണമെന്ന്. അങ്ങനെ ഒരു ദിവസം രാവിലെ 5:30 കയറ്റി ഞാൻ പ്രാർത്ഥിച്ചപ്പം ഒരു 1.5 മാസം മുമ്പ് അയച്ച മെയിലാണ്. കൃത്യം പിറ്റേ ദിവസം പ്രാർത്ഥിച്ചതിൻ്റെ അന്ന് ഒരു 9:30, 10 മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നേക്കുക, ഇന്നാണ് നിങ്ങളുടെ സൂം മീറ്റിംഗ്, ഈ സൂം മീറ്റിംഗ് നിങ്ങൾ പങ്കെടുക്കണം, വൈകുന്നേരം 7 മണിക്കാണ് സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം. പ്രാർത്ഥിക്കുന്നതെല്ലാം പിറ്റേ ദിവസം നടക്കുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വിഷമം വരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഉടമ്പടി ഉഴപ്പുന്നുണ്ടല്ലോ, അതാണ് എൻ്റെ ഏറ്റവും സങ്കടം. ഇത്രയും ചെയ്തിട്ടും എന്നെ കൈവിടാതെ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വരും. പിന്നെ ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ ജർമ്മനിയിലുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരിക്കുക. അതപ്പോൾ ഒരു ജർമ്മൻകാരനാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്.
അപ്പം എനിക്ക് ഒരു പരിജ്ഞാനവും ഇല്ല. കാരണം B1 പാസ്സായിട്ട് പോലും ഇല്ല. B1 ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പാസ്സായതാണ്. B1 മാത്രമേ ഉള്ളൂ. B2 എന്നൊരു സംഭവം ഞാൻ പഠിച്ചിട്ടില്ല, ഇതുവരെ പഠിച്ചിട്ടില്ല. ഒരക്ഷരം പോലും B2 പഠിച്ചിട്ടില്ല. ആകപ്പാടെ കൂട്ടുകാരെന്തെങ്കിലും പറയും, അത് ജസ്റ്റ് ഒന്ന് കേൾക്കും, ഇങ്ങ് പോരും. എന്നിട്ട് ഞാൻ ജർമ്മൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി വൈകുന്നേരം ഒരുങ്ങിയിരിക്കുക, അവരുടെ സൂം മീറ്റിങ്ങിന് വേണ്ടി. AC ഫുള്ളായിട്ടിട്ട് ഞാൻ വേർത്തൊഴുകും. എനിക്ക് പേടിയാണ്, കാരണം ഒന്നും പറയാൻ അറിയത്തില്ല ജർമ്മൻ. അപ്പം ഞാൻ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുത്ത് എൻ്റെ അടുത്ത് വെച്ചു, ബൈബിൾ എടുത്ത് എൻ്റെ അടുത്ത് വെച്ചു, അതുപോലെ തന്നെ ഉപ്പെടുത്ത് വെച്ചു, കാശ് രൂപ എല്ലാം ഞാൻ കൈ പിടിച്ച് എൻ്റെ കയ്യിൽ എൻ്റെ പൊന്ത ഒരു ഞാൻ കയ്യെ കെട്ടിയിട്ടേക്കുക. എന്നിട്ട് ജർമ്മൻ്റെ ഇൻ്റർവ്യൂ വന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷനൊക്കെ ആയിട്ടും പുള്ളി എല്ലാം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നോട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളെ ചോദിച്ചുള്ളൂ. ഞാൻ എങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് 1-2 വാക്യത്തിൽ മാത്രം ജസ്റ്റ് ഗ്രാമാറ്റിക് പോലും ശരിയല്ലാതെ വർത്തമാനം പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് അന്നേരം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവി എനിക്കിത് കഴിയുമ്പോഴേ തന്നെ ഇത് പാസ്സായെന്നൊന്ന് പറയണേ, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനുള്ളൊരു അവസരം ഉണ്ടാകല്ലേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ആ സൂം മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അറിയത്തില്ല. ഞാനിതെല്ലാം അപ്പം അമ്മേനെ വിളിച്ച് അല്ലെങ്കിൽ അച്ചാച്ചനെ വിളിച്ച് പറയും. അപ്പം അച്ചാച്ചനാണെങ്കിലും പണ്ട് തൊട്ട് എന്നെ ചെറുപ്പത്തിൽ തൊട്ട് ഒരു മാതാവിൻ്റെ ഫോട്ടോ കണ്ടാലും ഒന്ന് കുമ്പിടാതെയോ എവിടെ പോയാലും ഒരു മാതാവിനെ കാണുമ്പോൾ ഒരു എത്രയും തളമാതെ ചെല്ലിക്കാതെ സമ്മതിക്കാനായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് മാതാവിനോട് ഒത്തിരി ഇഷ്ടമുണ്ട്. അങ്ങനെ അതെല്ലാം ഓക്കെ ആയി, എല്ലാ സമാധാനത്തിലിരിക്കുമ്പോഴാണ് ലാസ്റ്റ് സമയത്ത് പ്രതിസന്ധികളും വരുമെന്ന് പറയുന്നത് ശരിയാണ്. ഹൈദരാബാദിൻ്റെ മെയിൽ വന്നു, നിങ്ങൾക്ക് കൺഫർമേഷനാണ്, എല്ലാം വന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ എനിക്ക് മെയിൽ വന്നേക്കുക, ഹൈദരാബാദിൽ നിന്നുള്ളത് നിങ്ങൾക്ക് ക്യാൻസലായിപ്പോയി. അപ്പം ഞാൻ അവരെ വിളിച്ചു, എന്തുകൊണ്ടാണ് ക്യാൻസലായി? അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു ഞങ്ങൾ, അത് അവിടെ പൈസ ചെന്നോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ അവർക്ക് ചെല്ലുന്നത് ഒന്നെങ്കിൽ റീഫണ്ട് ആക്കണം, അല്ലെങ്കിൽ പൈസ അവിടെ ചെക്ക് ചെയ്യണം. അപ്പോൾ അവർക്കത് കിട്ടിയത് റീഫണ്ട് എന്നുള്ളൊരു ഓപ്ഷനായിട്ടാണ്. അപ്പോൾ അവർ റീഫണ്ട് ചെയ്യാൻ റെഡിയായി, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് ആകെ വിഷമമായി. ഞാൻ എൻ്റെ ഏജൻറ്റുമായിട്ട് ചേട്ടനോട് സംസാരിച്ചു. ചേട്ടനും വിളിക്കുന്നു, ഞാനും വിളിക്കുന്നു, അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒരു സമയം ഒരു 2:45 കഴിഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഒരു 3 മണിക്ക് എന്നും പ്രയർ ചെല്ലുന്ന ഒരാളായിരുന്നു, എന്നുമില്ല കുറച്ച് കാലമായിട്ട്. അപ്പം 3 മണിക്ക് ഞാനാണെങ്കിൽ എന്തെങ്കിലും വരട്ടെ, മാതാവ് നോക്കിയോളൂ എന്ന് ഓർത്ത് ഞാനൊരു കരണക്കൊന്ത എല്ലാം വേണ്ടി ഇരിക്കുക. അപ്പം ഒരു 2ാമത്തെ കരണക്കൊന്തയുടെ ഇതായപ്പോഴത്തേക്കും ഒരു കോൾ വന്നു എൻ്റെ ഫോണിൽ. എൻ്റെ പോക്കറ്റിൽ തന്നെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എടുക്കണോ? ഞാൻ ഓർത്തു ഇനി കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയാലും കുഴപ്പമില്ല, പ്രാർത്ഥന കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നുള്ളൊരു ഉറച്ച് തീരുമാനത്തിൽ ഞാൻ ഫോൺ എടുത്തേ ഇല്ല. അവസാനം ഞാനാണെങ്കിൽ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഫോൺ എടുത്തപ്പോൾ ചേട്ടായി വിളിച്ചു, എടാ ഇന്ന് തന്നെ ഒരു 21,200 രൂപ അടയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ ഡേറ്റ് തന്നെ കിട്ടും, മറ്റേ പൈസ റീഫണ്ട് ആവുമെന്ന് പറഞ്ഞു. ഈ പൈസ മൊത്തം ഞാൻ മറിച്ചേക്കുന്ന. വീട്ടിലെല്ലാം പറയാനൊരു പേടി, കാരണം നമുക്ക് ഗോയിത്തയുടെയും ജർമ്മൻ്റെ എക്സാമിൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞാൽ അത്ര മനസ്സിലാവുമല്ലോ, ഇങ്ങനെയായി കാര്യങ്ങൾ, എങ്ങനെയായി കാര്യങ്ങൾ. ഞാൻ എന്നിട്ട് അത് പിന്നെ ചേച്ചിയോട് പറഞ്ഞ് ചേച്ചി വേറെ എവിടുന്നോ എനിക്ക് എടുത്തു തന്ന് ആ പൈസ അടച്ചു. അങ്ങനെയാണ് അത് കൺഫർമേഷൻ ആകുന്നത്. അതിനുശേഷം ഞാനാണെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലോട്ട് പോയി എക്സാം എഴുതാൻ വേണ്ടി. അപ്പം എക്സാം എഴുതാൻ പോകുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, എടാ നീ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ കൃപാസനത്തിന് ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അതേ എനിക്ക് ആകെ ഒരു ഇതുള്ളൂ. അപ്പം ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോഴും പലരും പ്രാർത്ഥിക്കുക, അങ്ങനെയല്ല, പ്രാർത്ഥന ഇല്ലാത്തവരായിരുന്ന സമയത്തും ഞാൻ രാവിലെ കേൾക്കും, പ്രാർത്ഥിക്കും, അങ്ങനെയായിരുന്നു. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു കൂടെയുള്ള ഒരു അക്രവിസ്ഥനായ ഒരാളെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ഇന്നും എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ എക്സാം എഴുതാൻ പോകാൻ നേരം എന്നോട് പറഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം. ഞാൻ എല്ലാ ദിവസമൊന്നും പള്ളിയിൽ പോയിട്ടില്ലായിരുന്നു. പക്ഷേ അവൻ്റെ എക്സാം വന്ന ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോയപ്പം എൻ്റെ ഒരു 2ാമത്തെ ഉടമ്പടിയുടെ മെഴുകുതിരി അവിടെ തീരാതിരിപ്പുണ്ടായിരുന്നു. പുതിയതായിട്ട് ഒരു പച്ചത്തിരി നീലതിരി. ഞാനത് അൽഫോൻസാമയുടെ പള്ളിയിൽ കൊണ്ടുപോയി കത്തിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ എക്സാം എഴുതി. അപ്പം അവൻ എക്സാം എഴുതിയപ്പോൾ അവൻ ആ ഒറ്റ എഴുത്തിന് തന്നെ 3 മൊഡ്യൂൾ പാസ്സായി, കഴിഞ്ഞ എഴുത്തിനും എല്ലാ മൊഡ്യൂളും പാസ്സായി. അതുപോലെ തന്നെ എന്നിട്ട് ലാസ്റ്റ് കൊച്ചിയിൽ എക്സാം ആകാറായി. കൊച്ചിയിൽ എക്സാം ആയപ്പം ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങാതിരുന്ന് പഠിക്കുക. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, കാരണം ഒന്നും തീരുന്നില്ല, പഠിച്ചതെല്ലാം മറന്നു പോവുക. എന്തോരം പഠിച്ചിട്ടും മറന്നു പോയിക്കൊണ്ടിരിക്കുക. 1 മിനിറ്റ് പുസ്തകം വായിച്ചിട്ട് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ അപ്പുറത്ത് മറന്നു പോവുക. അവസാനം ഞാനാണെങ്കിൽ രാത്രി 2 മണി സമയത്ത് ഞാൻ കയറി കിടന്നു. 3 മണിയായപ്പോൾ ഏറ്റു. 3 മണിക്ക് ഞാൻ, കാരണം ഉച്ച കഴിഞ്ഞാൽ എക്സാം ഗോയിത്തയുടെ വരുന്നത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ 3 മണിക്ക് ആ പ്രയർ ചെല്ലാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ 3 മണിക്ക് ഏറ്റു പ്രയർ ചെല്ലിയതിന് ശേഷം പിന്നെയും പഠിക്കാൻ തുടങ്ങി, പള്ളിയിൽ പോയി. അപ്പോൾ ഞാൻ വചനം എടുത്തപ്പം എനിക്ക് ഒത്തിരി ഞാൻ കരഞ്ഞ് ഒരു വചനം എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളൊരു വചനമായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു വചനം നമുക്കിങ്ങനെ നമ്മളോട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പം അതിന് മുമ്പ് തൊട്ട് തന്നെ ഞാനും എൻ്റെ അമ്മയും വീട്ടിൽ വചനം എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ വചനം എഴുതിയാണ് ഈ 2 ബുക്ക്. ഞാൻ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ വചന ബുക്കിൽ 900 വചനമായിരുന്നുള്ളൂ. 100 വചനം കൂടെ എഴുതാൻ സമയം ഉണ്ടായിരുന്നു, പക്ഷേ എഴുതാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പരീക്ഷയ്ക്ക് തോറ്റാലും കുഴപ്പമില്ല, എനിക്ക് വചനം തീർത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ആ
1000 വചനം എഴുതി. അത് കഴിഞ്ഞ് എന്നോട് ഇവിടുത്തെ ബ്രദർ പറഞ്ഞായിരുന്നു ജർമ്മൻ പഠിക്കണമെന്ന് പറഞ്ഞപ്പം ജർമ്മനിയിലുള്ള ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ജർമ്മനിയിലുള്ള ബൈബിൾ അങ്ങനെ വായിക്കാനുള്ള സമയം കിട്ടുന്നില്ലായിരുന്നു. വേണേ സമയമുണ്ട്, ഞാൻ സമയം എടുക്കുന്നില്ലായിരുന്നു. ലാസ്റ്റ് എനിക്കിങ്ങനെ കാണിച്ചു തന്നല്ല, എനിക്കൊരു തോന്നൽ തോന്നി, എന്നാൽ ജർമ്മനിലുള്ള വചനം എഴുതിയേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ജർമ്മനിലുള്ള വചനം എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു അരമണിക്കൂർ ജർമ്മനിലുള്ള വചനം എഴുതും. അപ്പോൾ എൻ്റെ വചനത്തിൻ്റെ ഇതും അങ്ങ് മാറാൻ തുടങ്ങി. ലാസ്റ്റ് ഞാൻ കൊച്ചിയിലുള്ള എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ വചനങ്ങളും എല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് ഉപ്പ്, എണ്ണ, നമ്മുടെ കാശ് രൂപ, ഇതെല്ലാം ഭയങ്കര അനുഗ്രഹമുള്ളതാണ്. അതെനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് കഴിഞ്ഞാൽ ആരും കാണാതെ ഒരു ചെറിയൊരു തുണിക്കകത്ത് കുറച്ച് ഉപ്പെടുത്ത് ഒരു കിഴി കെട്ടിക്കൊണ്ട് എൻ്റെ പോക്കറ്റിലിട്ടു. അതുപോലെ തന്നെ കുറച്ച് ഉപ്പെടുത്ത് എൻ്റെ പോക്കറ്റിൽ ചുമ്മാ വെതറിയിട്ടു. എന്നിട്ട് എണ്ണ എടുത്ത് ഞാൻ എൻ്റെ നെറ്റിയെ കുരിശം വരച്ചിട്ടാണ് എക്സാം ഹാളിലോട്ട് പോകുന്നത്. എക്സാം ഹാളിൽ പോയപ്പം രാവിലത്തെ എക്സാം എഴുതിയവരെല്ലാം പാടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയാകാൻ തുടങ്ങി. ഉച്ച കഴിഞ്ഞാണ് എൻ്റെ എക്സാം. ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പം എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസാണ്, പക്ഷേ അറിയത്തുമില്ല. എനിക്ക് മൊത്തം മറന്നു പോകുന്നൊരു ഇതുപോലെയായി. ഞാൻ അപ്പം തന്നെ കൃപാസന മാതാവിനെ ഓർത്തിട്ട് ആരും കണ്ടില്ല എൻ്റെ പോക്കറ്റിൽ കിടന്ന ഉപ്പെടുത്ത് കുറച്ച് ഞാൻ ആ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും പയ്യെ തൂളി. എന്നിട്ട് ഞാൻ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എക്സാം എഴുതി. എന്നിട്ട് എക്സാം എല്ലാം എഴുതി പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് ഒന്നും അറിയത്തില്ല, ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നാൽ ഒരു പേടി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് ഒരു മാസം മുമ്പ് ചേട്ടായി വിളിച്ച് പറഞ്ഞു, ഇപ്പം പരീക്ഷ എഴുതുന്നവരെല്ലാം തോക്കുക, കൊച്ചി ഭയങ്കര വിജയശതമാനം കുറവാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം വിളിച്ച് പറയുമ്പോൾ അവർ പറഞ്ഞു, എടാ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതേ ഒരു വിശ്വാസമേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് ഇവിടെ കൃപാസനത്തിൽ വന്ന് ലാസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ നേർന്നായിരുന്നു, ഇനി ഇവിടെ ഒരു സാക്ഷ്യം പറയാതെ ഞാനൊരു ഉടമ്പടി എടുക്കുകയില്ല, എനിക്കൊരു സാക്ഷ്യം പറയണം, എന്തെങ്കിലും ആയിക്കോട്ടെ, ജർമ്മൻ കിട്ടുന്നതല്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം എനിക്ക് സാധിച്ചു തന്നെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം ഇവിടെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ആ ഒരു നിയോഗം പറയാൻ വേണ്ടി ഞാനിങ്ങനെ അപ്പോൾ എപ്പോഴും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ എന്നെ ജർമ്മൻ പരീക്ഷ മാതാവ് തോൽപ്പിച്ചോ, കുഴപ്പമില്ല, എന്നാലും വേറെ എന്തെങ്കിലും എനിക്ക് ഒരെണ്ണം പറയാം, എനിക്ക് ഈ ആൾക്കാരെ കയറി നിൽക്കാനൊരു അവസരം ഉണ്ടാകണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു. കാരണം എന്നെപ്പോലെ ഒരാൾ വന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരാൾക്കൊരു ഇൻസ്പിറേഷൻ ആവുമല്ലോ എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളൊരു ഇത്രയും ഈ കാലത്ത് എല്ലാവരും, എനിക്കറിയാം എൻ്റെ കുറേ കൂട്ടുകാരെ ഒരു വിശ്വാസമില്ലാതെ എല്ലാം നുണയാ, ഈ കൃപാസനത്തിൽ വരുന്നവരും നുണയാന്ന് പറഞ്ഞ കൂട്ടുകാരെ എനിക്കറിയാം. അപ്പം ഞാൻ പറയുന്ന വഴി ഒരാളെങ്കിലും ഇതിലേക്ക് വരുമെന്ന ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്, മാതാവ് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള അവകാശം തരണേന്ന്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ B1 മാത്രം പഠിച്ച ഒരാളാണ്, B2 എന്നൊരു ഇത് പഠിച്ചിട്ടേ ഇല്ല, B2ൻ്റെ ക്ലാസ് കയറിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വരെ റിസൾട്ട് ഇങ്ങനെ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ മാതാവിനോട് ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ജർമ്മൻ്റെ എക്സാം എഴുതിയിട്ട് ഞാൻ 2 മൊഡ്യൂളായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 2 മൊഡ്യൂൾ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടായിരിക്കും എൻ്റെ റിസൾട്ട് വന്ന കേസ് ഞാൻ പുറത്ത് പറയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞില്ല. ഇന്നലെ വൈകുന്നേരം 7:10 എനിക്ക് മെയിൽ വന്നു, റിസൾട്ട് വന്നു പറഞ്ഞ്. എനിക്ക് കരയണോ ചിരിക്കണോ ഒന്നും അറിയത്തില്ല, ഭയങ്കര പേടിയുള്ളിൽ. ഞാൻ ഓടിപ്പോയി കൃപാസന മാതാവിൻ്റെ എണ്ണ എടുത്ത് ആദ്യമേ തലയിൽ ഒരു കുരിശ് വരച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ തുറക്കാൻ പോവുക, നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്കറിയത്തില്ല, തോറ്റുപോയാലും പിന്നെ എഴുതാമെന്നറിയാം, പക്ഷേ എനിക്ക് ആ സാക്ഷ്യം പറയാതിരിക്കാൻ പറ്റില്ല. അന്ന് ഞാൻ പറഞ്ഞു, റിസൾട്ട് വരുന്ന എന്നാണോ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്നിരിക്കുമെന്ന് ഞാൻ അതുപോലെ ഉറപ്പ് പറഞ്ഞിട്ടിരിക്കുക. ഞാനാണെങ്കിൽ എൻ്റെ കാശുരൂപം തൊട്ട് പ്രാർത്ഥിക്കുന്നു, എണ്ണ തൊട്ട് പറയുന്നു, ബൈബിൾ എടുത്ത് വായിക്കുന്നു. ലാസ്റ്റ് ഞാൻ എൻ്റെ ഫോണിലാണെങ്കിൽ എൻ്റെ നമ്പർ അടിച്ച് തുറന്ന് നോക്കി കഴിഞ്ഞപ്പം എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. B2 പഠിക്കാത്ത ഒരാളാണ് ഞാൻ. 60 മാർക്ക് വേണം പാസ്സാകാൻ 100-ൽ. എനിക്ക് 2 മൊഡ്യൂളാണ് ഞാൻ എഴുതിയിരുന്നത്. എനിക്ക് കിട്ടിയത് ഒരെണ്ണത്തിന് 100-ൽ 80-ഉം ഒരെണ്ണത്തിന് 100-ൽ 70-ഉം. B2 പഠിക്കാത്ത ഒരാളാണ് ഞാൻ. B1 മാത്രം, അതും B1ൻ്റെ എക്സാം എഴുതാതെ ഞാൻ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചാടിപ്പോയ ആളാണ്. ചാടിപ്പോയെന്ന് വെച്ചാൽ എഴുതാൻ ഒരു മടിയുണ്ടായിരുന്നു, ഞാൻ ഇറങ്ങിപ്പോയി. B2 മാത്രം പഠിക്കണമെന്നുണ്ട്. പിന്നെ ഞാൻ പഠിച്ചില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അത് കൂട്ടുകാർ വഴി ചുമ്മാ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ. പക്ഷേ B2ൻ്റെ ഇപ്പോഴും എന്നോട് ഇവിടെ ആരെങ്കിലും എന്നോട് B2ൻ്റെ ഒരു കാര്യം ചോദിക്കുമോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഗ്രാമാറ്റിക് ചെയ്താൽ എനിക്കറിയത്തില്ല പറയാൻ. ഇങ്ങനെ തന്നെയാണ് ഞാൻ ആ ജർമ്മൻകാരൻ്റെ മുമ്പിൽ ഇരുന്നത്. എവിടുന്നോ എനിക്ക് ഓർമ്മ വന്നു പറഞ്ഞു. എന്നിട്ട് ഒന്നും പഠിക്കാതെ പോയി എനിക്ക് B2ൻ്റെ 100-ൽ 80 മാർക്കും 100-ൽ 70 മാർക്കും 8 തവണ എഴുതിയിട്ട് കിട്ടാത്ത ആൾക്കാരെ ഇപ്പോഴും എനിക്കറിയാം. ഇത് തന്നെ. അതുപോലെ തന്നെ ഞാൻ ഇത്രയും നേരം ആലോചിച്ചിട്ടുണ്ട്, നീ ഒരു സാക്ഷ്യം പറയണോ വേണ്ടയോ കാരണം പലർക്കും അത് എങ്ങനെയായിരിക്കും എടുക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. കാരണം നമ്മുടെ സ്ഥലം ഇടുക്കി തന്നെ ആയതുകൊണ്ട് നമുക്കവിടെ കൂടുതലും കൃഷിയാണ്. അപ്പം കൊറോണ വന്ന സമയത്ത് എനിക്ക് ഈ കൃഷിയൊക്കെ ഇച്ചിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏലക്കൃഷിയൊക്കെ ചെയ്തു. ഒരു 10-300 ഏലം ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരിലൊരു ബൈക്കും എടുത്തു, CC ഉള്ളതുകൊണ്ട് വട്ടത്തിൽ ഇങ്ങനെ വട്ടം കറങ്ങുമായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇതിപ്പോൾ 4-ാം വർഷമാണ്. അപ്പം ഈ വർഷമൊക്കെയാണ് ഇച്ചിരിയൊക്കെ കിട്ടേണ്ടത്, പിന്നെ വിലയുള്ള സമയമാണ്.
ഞാനിങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് ഞാൻ ഹൈദരാബാദായിരുന്നു എക്സാമിന് വേണ്ടി പോയേക്കുക. അപ്പം വെള്ളം ഒഴിക്കാൻ സാധിച്ചില്ല. ഈ പ്രാവശ്യത്തെ വെയിൽ എല്ലാവർക്കും അറിയാലോ, എല്ലാ ചെടിയും ഉണങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോൾ അച്ചാച്ച പറഞ്ഞു, ഇനിയിപ്പോൾ ആ ഏലം വെട്ടിക്കളയാനേ ഒരു വഴിയുള്ളൂ, അല്ലാതെ നിനക്കിനി കിട്ടുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാലും പറഞ്ഞു പഴയ ചിമ്പൊക്കെ പോയിട്ടുള്ളൂ, പുതിയതൊക്കെ നിപ്പുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പം ഞാനന്ന് അച്ചാച്ചോട് ഉച്ചയ്ക്ക് പറഞ്ഞു, ഏതോ ഒരു ധ്യാനത്തിൽ ഞാൻ കേട്ടൊരു വചനം ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ മഴ പെയ്യില്ല, മഞ്ഞ് വീടില്ല എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞിട്ട് ചിരിച്ച് കളിച്ചത് നടന്നു. എന്നിട്ട് രാത്രി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ സമയമായപ്പം ഞാനാണെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അന്ന് ഒരു നിയോഗം വച്ചില്ല. കാരണം എല്ലാ ദിവസവും ഞാൻ നിയോഗം വെക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ നമ്മൾ എഴുതിയിട്ട് 5 നിയോഗം പ്രാർത്ഥിക്കുന്ന ആളാണ്. അന്ന് ഞാൻ ഒരു നിയോഗം വെച്ചില്ല. ഞാൻ ആകെപ്പാടെ വെച്ച നിയോഗം, കർത്താവേ ഒരു മഴ പെയ്യണേ, മാതാവേ എനിക്ക് വേണ്ടി മഴ പെയ്യണേ. കാരണം 3-4 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, പോയി കഴിഞ്ഞാൽ വണ്ടി എടുത്ത് വിൽക്കാനേ പറ്റുള്ളൂ, എല്ലാവർക്കും വേണ്ടിയല്ലേ, ഒരു മഴ പെയ്യണേ എന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ അമ്മയുടെ അടുത്തൊക്കെ ഒന്ന് പോയി പുറത്ത്. അത്രയും നേരം അന്ന് ഭയങ്കര വെയിലുള്ളൊരു ദിവസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശം ഒട്ടും വിരിണ്ടിട്ടില്ല, ഫുൾ തെളിഞ്ഞ് കിടക്കുന്നത്. ഞാനത് പറഞ്ഞ് എൻ്റെ വാതിൽ തുറന്ന് അമ്മയോട് ഒരു 5 മിനിറ്റ് വർത്താനം പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി നോക്കി. ഇപ്പോൾ ദേ ഇടി വെട്ടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, ദേ മഴ പെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിൽക്ക് മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് നല്ലൊരു മഴ അങ്ങ് പെയ്തു. എനിക്ക് ഇതിപ്പോൾ ഞാൻ പറയണോ വേണ്ടെന്ന് പലതവണ ആലോചിക്കാൻ, കാരണം പലർക്കും ഇതൊരു യുക്തിക്ക് നിരക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയൊരു സാക്ഷ്യം ഞാൻ എന്തിനാ പറയാതിരിക്കുന്നത്? മാതാവ് നന്നായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും ദിവസം മഴ പെയ്യാതെ ഉണങ്ങി നിന്ന ദിവസം ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് മാതാവിനോട് മഴ തരണമെന്ന് പ്രാർത്ഥിച്ച അന്ന് തന്നെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് റൂമിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഇടി വെട്ടാൻ തുടങ്ങി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏലം മൊത്തം, അവിടുത്തെ ഉള്ള പ്രദേശത്തുള്ള ഏലം മൊത്തം നനയുന്ന രീതിയിൽ, പിന്നെ വെള്ളം ഒഴിക്കേണ്ടാത്ത രീതിയിൽ മഴ പെയ്തു. പിന്നെയും വെയിൽ വന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഉത്തരം തല്ലി. ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ തന്നെ പിന്നെ എനിക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് വെച്ചാൽ, ഞാൻ പണ്ടൊക്കെ ഞാൻ ഒരു 1.5 മാസം 2 മാസം കൂടെ കുമ്പസാരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. അത് എവിടെയാണെങ്കിലും ശരി, ഞാൻ ഹൈദരാബാദ് ആയിരുന്നപ്പോഴും ശരി, എനിക്ക് അറിയത്തില്ലാത്തൊരച്ഛനാണ്. ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചു, അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം. അച്ഛൻ പറഞ്ഞു രാവിലെ വന്നേക്കാൻ പറഞ്ഞു. ഞാൻ പോയി കുമ്പസാരിച്ചു. എവിടെയാണേലും 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറ്റുന്ന പോലെ എന്നെക്കൊണ്ട് പാവങ്ങളെ ഞാൻ സഹായിക്കുന്നുണ്ട്. അത് വേറെ ആരും കാണിക്കാൻ വേണ്ടില്ല, നമുക്ക് പറ്റുന്ന പോലെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രൈസ്തവരായിട്ടുള്ളവരെ ഞാൻ 2-3 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് തന്നെ എൻ്റെ കൂടെ ഒരു കൊച്ചു വന്നിട്ടുണ്ട്, ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഉടമ്പടി വഴി കുറച്ചും കൂടെ ജീവിതത്തിൽ വളർച്ച നേടാനും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനും പറ്റിയത്. വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് ഈ മകനെ ദൈവം അനുവദിച്ചു എന്നുള്ളതാണ്. ഒന്നാമത്തെ ഉടമ്പടിയിലേക്ക് കടന്നു വരുവാനായിട്ടൊരു വ്യക്തമായിട്ടൊരു ശീലം ഒരു പക്ഷേ ഈ സാക്ഷ്യത്തിൽ മനസ്സിലാക്കുന്ന അപ്പച്ചനിൽ നിന്നാണ്. അപ്പം ഇപ്പോൾ ഒരു മാതാവിൻ്റെ രൂപം കണ്ടാലും ഒരു എത്രയും ദയുള്ള മാതാവെങ്കിലും ചൊല്ലണം, അല്ലെങ്കിൽ ചൊല്ലി പഠിപ്പിച്ചിട്ടുള്ളൊരു ശീലം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു ആരാധനയിൽ ഒരിക്കൽ പറയുന്നുണ്ട്. അതായത് മാതാവുമായിട്ട് നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വളർന്ന കാലഘട്ടത്തിലോ ആരെങ്കിലും പറഞ്ഞു തന്നതിന് ശേഷമോ മാതാവുമായിട്ടൊരു അടുപ്പമുള്ളവരെയൊക്കെയും മാതാവ് ഉടമ്പടിയിലേക്ക് ക്ഷണിക്കുന്നതും ആ ക്ഷണനത്തിന് ശേഷം വലിയ സാക്ഷ്യങ്ങൾ പറയാൻ ദൈവപിതാവ് ഇടവരുത്തുന്നതും ഒരുപാട് പേര് ഇവിടെ സാക്ഷ്യത്തിൽ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ശീലം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ആ മകൻ തന്നെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തത്, ഉടമ്പടി ജീവിതത്തിൽ പലപ്പോഴായിട്ടും വീഴ്ചകൾ വരുമ്പോഴും ഒരുപാട് വിഷമത്തോടു കൂടിയാണ് അതിനെ കാണുന്നത്. കാരണം ഒരു ചെറുപ്പ കാലഘട്ടത്തിലുണ്ടാകുന്ന കുറേയേറെ സാഹചര്യങ്ങളും മടിയും അലസ്യതയും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോഴും മാതാവുമായിട്ടുള്ളൊരു ബന്ധം, അതിലൊരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ തോന്നി വീണ്ടും പ്രാർത്ഥിച്ച് ഇപ്രാവശ്യം ഉടമ്പടി പുതുക്കുന്ന, ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് പുതുക്കിലും ഉടമ്പടി കൃപയോടെ ജീവിക്കണം എന്നുള്ളൊരു വലിയൊരു സാക്ഷ്യം അല്ലെങ്കിൽ വലിയൊരു നിയോഗം വെച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പം ഏറെ പ്രത്യേകിച്ച് പരീക്ഷ ജയിച്ചതായിട്ട് ബന്ധപ്പെട്ടതാണ് സാക്ഷ്യം. ഇപ്പോൾ ഇവിടെ ഒരുപാട് വിദ്യാർത്ഥിനികൾ സാക്ഷ്യം പറയുന്നൊരു മേഖലയാണ്. B2 എക്സാമിനെക്കുറിച്ചും ജർമ്മൻ ലാംഗ്വേജിനെക്കുറിച്ചും ഏകദേശം എല്ലാ ദിവസവും ആരെങ്കിലും 1-2 പേരായിട്ട് ഇവിടെ പറഞ്ഞു. അപ്പോൾ അത്രത്തോളം സാക്ഷ്യത്തിൽ ഈ ഒരു കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. മാതാവ് വിഷയത്തിൽ ശക്തമായി ഈ ഒരു മേഖലയിൽ ഇടപെടുന്നുണ്ടെന്നുള്ളതിന് ഓരോ ദിവസവും വരുന്നു. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ B1 വരെ പഠിച്ചതിന് ശേഷം പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോയി എന്നുള്ളതും ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളൊക്കെ അനുദിനം കേൾക്കുന്നതിൻ്റെയും അപ്പോൾ അതിനൊക്കെ ഒരു റെഫറൻസ് ഉണ്ടല്ലോ. കാരണം ഇത് കേട്ട് ഇവരുടെയൊക്കെ തന്നെ പ്രായമുള്ള കുട്ടികൾ ഇവിടെ വന്ന് പറയുമ്പം വിശ്വസിക്കാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം തുറവില്ലാത്തൊരു ഹൃദയം വരണം. അപ്പോൾ അതെല്ലാം കേട്ട് മനസ്സിലാക്കി ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ തൻ്റെ സാഹചര്യം അനുസരിച്ച് ക്രമപ്പെടുത്തി. എങ്കിലും ഈ മകൻ്റെ സാക്ഷ്യം പറയുമ്പം മാതാവിൻ്റെ ഒരു മധ്യസ്ഥതയിലെടുക്കുന്ന ഈ ഉടമ്പടിയിൽ ഒരു പക്ഷേ ഒരുപാട് സാക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു പക്ഷേ ഉടമ്പടി എടുത്ത ആൾ ഒരു അത്രയും ഗൗരവമായിട്ട് ഇത് എടുക്കാത്തപ്പോഴും മാതാവ് ഇങ്ങനെ ഒന്ന് പുറകെ നടന്ന ആ വ്യക്തിയെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ഒരു സാക്ഷ്യം പറയുമ്പം ഇതുപോലെ ഇതേ രീതിയിൽ ഈ ടൈപ്പിൽ തന്നെ ഒരുപാട് പേരുടെ സാക്ഷ്യം പറയുന്നത് ഇപ്പോൾ ഓർക്കണുണ്ട്. കാരണം ഒരു പക്ഷേ ഇവരിലൂടെ എന്തോ ഒരു ദൈവിക പദ്ധതി അമ്മ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവാം.
അതുകൊണ്ടാണ് ഒരുപക്ഷെ വീണു പോകുമ്പോഴും മാതാവ് ഇങ്ങനെ പുറകെ നടന്ന് ആ കാര്യം വ്യക്തമാക്കി കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള അനുഭവം ഇതാണെങ്കിൽ ഇത്. ഇപ്പോൾ ഈ മകൻ്റെ ഒരു ഇൻറ്റൻഷൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം നടന്നാലും മതി എനിക്കൊരു സാക്ഷ്യം പറയണം. കാരണം എൻ്റെ സാക്ഷ്യം ഒരു പക്ഷേ എൻ്റെ സുഹൃത്തുക്കളെ തന്നെയും, കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരുടെ സാക്ഷി എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഈ മകൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവർക്കെങ്കിലും അതൊരു പ്രചോദനമാകുമെങ്കിൽ, അപ്പോൾ സാക്ഷ്യങ്ങൾക്ക് അർത്ഥമുണ്ടെന്നും അതിന് വലിയൊരു പ്രചോദനമുണ്ടെന്നും അതിനൊരു ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്നും ആ ഒരു ബോധ്യമൊക്കെ ഉണ്ട്. അപ്പം ദൈവം ഒരു ആശീർവാദം കൊടുക്കുമ്പം ഒരു പക്ഷേ വീഴ്ചകൾ വരുമ്പോഴും ദ പ്രൈം ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്യുവറായിട്ടിരിക്കുമ്പം അതാണ് കർത്താവിനെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഉള്ളുകളെ അറിയുന്ന ദൈവമെന്നാണ് നമ്മുടെ. അപ്പം അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. ഏറ്റവും അവസാനം ഉടമ്പടിയിലെ നിബന്ധനകൾ അതിൽ ഇദ്ദേഹം കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് കുമ്പസാരത്തിനെ കുറിച്ചാണ്. കാരണം ഒരുപക്ഷെ വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ഒരു ശക്തി അത് എവിടെ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഒരാളെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അത്രയും സമയം ഒരുപക്ഷെ കണ്ടുപിടിച്ച് ഒരുപക്ഷെ അവിടെ നിന്ന് മാറി സമയം കണ്ടെത്തി വിളിച്ച് ചോദിച്ച്, അപ്പോൾ അത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന ആത്മാർത്ഥമായ ദൈവത്തിന് മുൻപിലെ യാത്രകൾ ദൈവം എങ്ങനെയാണ് കണ്ടില്ലെന്ന് വെക്കുന്നത്. അപ്പോൾ അതിന് വ്യക്തമായിട്ടൊരു അനുഭവം നൽകി. ഏറ്റവും അവസാനം പറഞ്ഞത് യുക്തിക്ക് നിരക്കാത്ത കാര്യം എന്നുള്ളതല്ല. ഇവിടെ സാക്ഷ്യം പറയുമ്പം സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് അറിയാം, എല്ലാവരുടെയും സാക്ഷ്യത്തിലെ റെഫറൻസ് ഒന്ന് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അടയാളങ്ങളാണ്. നമ്മൾ 19 സങ്കീർത്തനം പറയുന്നുണ്ട്, ആകാശം അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യുന്നുള്ളത്. വെളിപാടിൻ്റെ പുസ്തകം 16-ൽ പറയുന്നുണ്ട്, പ്രവാചകന്മാർക്ക് മഴ പെയ്യിപ്പിക്കാതിരിക്കുവാനായിട്ട് ആകാശങ്ങളുടെ മേൽ അടയ്ക്കുവാനുള്ള അധികാരം പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പ്രവാചകർ അടച്ചതിനെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൃഷ്ടപ്രകൃതിയുടെ മാതാവിനെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ സാക്ഷ്യത്തിനോട് ചേർത്ത് വെക്കാവുന്ന ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. പ്രകൃതി ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ മേഘസ്തംഭവും അഗ്നിസ്തംഭവും പ്രകൃതിയിലൂടെ ദൈവം കാണിച്ചു കൊടുത്താണ് ഇസ്രായേൽ ജനത്തെ നയിക്കുന്നത്. അപ്പം ഈ പ്രകൃതിയിലൂടെ തന്നെ ദൈവം കൂടെയുണ്ടെന്ന് അടയാളം തരാനായിട്ട് എത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ആ ഒരു സാക്ഷ്യവും ഇനിയിപ്പോൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്താണെന്ന് പറഞ്ഞാലും മകൻ പറഞ്ഞ പോലെ അവൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് ദൈവം കൂടെ ഉണ്ടെന്നുള്ള അനുഭവം ലഭിച്ചു. ഉടമ്പടി ജീവിതത്തിൽ കൃത്യമായിട്ടൊരു ശ്രമത്തോട് മുന്നോട്ട് പോകാനുള്ള ശ്രമമുണ്ട്. പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയെ നേടാനായിട്ട് ഉടമ്പടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു സാക്ഷ്യം കേൾക്കുവാൻ ദൈവം നമ്മെ ഇടവരുത്തി. നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം